ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യോമൃത്യം നമാമ്യഹം. ജയ നരസിംഹ ശ്രീ നരസിംഹ ജയ ജയ നരസിംഹ. ജയ പ്രഹ്ലാദേശ ജയ പത്മമുഖ മുഖ പത്മഭംഗ. ഭക്തിവിഘ്നാശ നരസിംഹ ഭഗവാൻ की जय. भक्त प्रहलाद महाराज की जय. गुरुदेव महाराज की जय. श्रील प्रभुपाद की जय. कर प्रमानंदे. हरि हरि बोल. ഹരേ കൃഷ്ണ. സർവശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ രതിദേവി മാതാജി. ഹരേ കൃഷ്ണ സവിതാ മാതാജി. ഹരേ കൃഷ്ണ ഗീതാ മാതാജി. ഹരേ കൃഷ്ണ കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ ഉത്തമഭക്തി രോഹിണി ദേവിദാസി മാതാജി. ഹരേ കൃഷ്ണ ലൈല മാതാജി. ഹരേ കൃഷ്ണ ശോഭന മാതാജി. ഹരേ കൃഷ്ണ മാധവി രാധ മാതാജി. ഹരേ കൃഷ്ണ പത്മ മാതാജി. ഹരേ കൃഷ്ണ സുജന മാതാജി. ഹരേ കൃഷ്ണ സതി മാതാജി. വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ സുസ്വാഗതം. കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഞാൻ മാതാജി വിട്ടുപോയത് മറന്നുപോയതല്ല. മാതാജി എന്തെങ്കിലും കാരണം കൊണ്ട് കയറാതിരിക്കുകയാണെന്ന് മനസ്സിലായി. പിന്നെ ഈ രാധിക മാതാജി നാട്ടിലേക്കുള്ള ഷിഫ്റ്റിങ്ങും ഒക്കെ കാരണം കയറാൻ സാധ്യമല്ല എന്ന് പറഞ്ഞിരുന്നു. അത് കാരണം ഞാൻ പിന്നെ ഫോളോ അപ്പ് ഒന്നും ചെയ്തില്ല. മാതാജി എല്ലാം തിരക്കൊക്കെ ഒഴിവാക്കി കഴിഞ്ഞിട്ട് തന്നെത്താനെ കയറട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ ഇനി ഇടയ്ക്കിടയ്ക്ക് ഫോളോ അപ്പ് ചെയ്യുമ്പോൾ സെറ്റായി, മാതാജി കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ സെറ്റായി. മാതാജി ഇവിടെ നാട്ടിൽ വന്നിട്ട് സെറ്റായി. സെറ്റ് ആയില്ലേ? കുഴപ്പമൊന്നുമില്ല. ഇന്ന് സാധനങ്ങളെല്ലാം കാലത്തെ ക്ലാസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. അതെല്ല. മാതാജിക്ക് എന്തുണ്ട് വിശേഷങ്ങള്? അല്ല, സതി എന്ത് മാതാജിക്ക് വിശേഷം എന്തുണ്ട് പ്രഭു? വിശേഷം? അങ്ങനെ പോണു പ്രഭു. നേരം വിളക്കുന്നു, രാത്രിയാകുന്നു. അത്രേ ഉള്ളല്ലേ? അപ്പൊ ക്ലാസ്സിൽ കയറാത്തത് എന്തുകൊണ്ടാണ്? മായ പിടിക്കുന്നോണ്ടാണോ? അപ്പൊ അതെ. ഈ പ്രോസസ് ഇങ്ങനെ തുടരുന്നോണ്ടാണോ ക്ലാസ്സിൽ ഇല്ല, കയറാത്തത്? മായ പിടിക്കുന്ന ക്ലാസ്സിൽ കയറാത്ത മായ പിടിക്കുന്നുണ്ട്. പ്രഭു ക്വസ്റ്റ്യൻ ചോദിച്ചാലോ എന്നത് പേടിച്ചിട്ടാ. കൃഷ്ണ ഭഗവാനെ, എന്നാ ഞാൻ ചോദ്യം നിർത്തിയേക്കാം. കൃഷ്ണ. നിർത്തണ്ട, എല്ലാവർക്കും ഇഷ്ടമല്ല ചോദിക്കുന്നത്. കൃഷ്ണ. അങ്ങനെയൊന്നും പേടിക്കണ്ടല്ലോ. അങ്ങനെ പേടിച്ച് നമ്മൾ എവിടം വരെ പോകും? ഗുരുവായൂരിൽ പോകുന്നു പ്രഭു. കഴിഞ്ഞ ആഴ്ച ഗുരുവായൂർ പോയിരുന്നു. അതാ വരെ കയറാൻ പറ്റിയില്ല. ഗുരുവായൂർ പോയിരുന്നു, അതുകൊണ്ടാണ്. ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കയറുകയാണ്. അപ്പം ഇടയ്ക്ക് ആരെയൊക്കെയോ കാണാതെ ഉണ്ടായിരുന്നു ഇതിലെ. രതിദേവി മാതാജി, ഗീതാ മാതാജി ഒക്കെ ആണെന്ന് തോന്നുന്നു. ഞാൻ ഗീതാ മാതാജി ആണെന്ന് ഉറപ്പാണ്. രതിദേവി മാതാജി കഴിഞ്ഞ ആഴ്ച കയറിയോ ഇല്ലയോ എനിക്കൊരു ഓർമ്മയില്ല. മാതാജി എവിടുന്നോ പോയിട്ട് വന്നിട്ട് കയറിയായിരുന്നു. ശരിയായിരുന്നു. വരുന്ന ഞാൻ വഴി. വന്നു കേറി. ഞാൻ ആ ഗീതമാത ചെയ്യണത് ഞാൻ ആ വിചാരിച്ചു ഏത് പെണ്ണാണ് ഇരിക്കുന്നത് വിചാരിച്ചു പുതിയത്. ഒരു ചെറുപ്പക്കാരത്തിരിക്കുന്ന പോലെ തോന്നി അല്ലേ? ആ ചെറിയ പെൺകുട്ടി ഇരിക്കണ പോലെ തോന്നി. അപ്പൊ എനിക്ക് തോന്നിയ പോലെ തന്നെയാണ് മാതാജിക്കും തോന്നിയത് അല്ലേ? ഞാൻ അതെ. ഞാൻ ആഴ്ച ഉണ്ടായിരുന്നു. അതെല്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ ചിലപ്പോ കണ്ണാടി വെക്കാത്തതുകൊണ്ടായിരിക്കും ഇപ്പോഴാണ് മാതാജി ശരിക്കും കണ്ടത്. ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭു, പ്രണാം പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭുവിന് വല്ല ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ നമ്മുടെ ജ്ഞാനാംബിക മാതാജി വിളിച്ച് മാത്രം ചോദിച്ചാൽ മതി. മാതാജി വേറെ ഇപ്പൊ എവിടെയോ പണിയൊന്നും പോയിരിക്കാണ്. കാണുന്നേ ഇല്ല. അതെയാ. രതിദേവി മാതാജി ഉണ്ട്, ഞാൻ അംബിക മാതാജി ഉണ്ട്, അവരൊക്കെ ഉണ്ടല്ലോ. അവരോടൊക്കെ ചോദിക്കട്ടെ പ്രഭു, ഞങ്ങളോട് ചോദിക്കല്ലേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരി അപ്പൊ ബോൾ. ഇന്നലെ ജ്ഞാനാംബിക മാതാജി ഇന്നലെ ക്ലാസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നല്ലോ. അറിയില്ല മാതാജി. ഇപ്പം നമ്മുടെ ക്ലാസ്സിൽ വന്നിട്ട് 2-3 ആഴ്ചയോളം ആയി. അതേ ഉദാരകീർത്തി ആ എനിക്കറിയുള്ളൂ. വേറെ പ്രഭുവിന്റെ മുരളി ക്ലാസ്സിൽ പ്രഭുന്റെ ക്ലാസ്സിൽ കണ്ടു കയറിയിട്ടുണ്ടായിരുന്നു. പ്രഭു. ഞാൻ ഇന്നലെ മുരളി പ്രഭുന്റെ ക്ലാസ്സിൽ കണ്ടു. ഇന്നലെ കഴിഞ്ഞ ദിവസം മുരളി പ്രഭുന്റെ ക്ലാസ്സിൽ അതെല്ലേ. കണ്ടു. മാതാജിക്ക് മാതാജി ഒരുപാട് ക്ലാസ് ഉണ്ട്. അത് കാരണം ഏതാന്ന്. പ്രതിഷ്ഠയാ ചേച്ചിയുടെ കുടുംബാമ്പലം അതിന് അതെയോ? പോയിരിക്കുവോ? അങ്ങനെ എന്തോ ഒക്കെ ആണെന്ന് തോന്നുന്നു. ചിലപ്പം നമ്മള് എന്താണ് പറയുന്നത്, മാതാജിക്ക് തന്നെ ചിലപ്പം മനസ്സിലാവില്ല മാതാജി ഏതൊക്കെ ക്ലാസ്സിൽ കയറുന്നുണ്ട് എവിടെയൊക്കെ കയറിയില്ല എന്നുള്ളതൊക്കെ. അത്രയ്ക്കും ക്ലാസ്സിൽ കയറുന്നുണ്ട് മാതാജി. അതുകൊണ്ട് എനിക്ക് പക്ഷെ ഗ്രൂപ്പില് മെസ്സേജ് കൃത്യമായിട്ട് ഇടാറുണ്ട്. ഞാൻ പ്രഭു കയറാൻ ഒക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും അല്ലെ? ഗ്രൂപ്പിൽ മാതാജി അറിയിക്കാറുണ്ട്. എല്ലാവരെയും അറിയാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പിൽ ഇടാറുണ്ട്. അപ്പം നമ്മള് ഭഗവത്ഗീത അതീന്ദ്രിയ ജ്ഞാനമാണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പം അതീന്ദ്രിയ ജ്ഞാനം കഴിഞ്ഞു. നമ്മൾ കർമ്മയോഗം കൃഷ്ണാബോധത്തിലുള്ള പ്രവർത്തനം തുടങ്ങി. അപ്പം നമ്മൾ അതിലെ ഒരു നല്ല കഥയൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ. ഞാൻ ചോദ്യം ചോദിക്കുന്നില്ല. ആരുടെ കഥയാ പറഞ്ഞതെന്ന് ആർക്കാ ഓർമ്മയുള്ളതെന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. സതീദേവി മാതാജി, സതി മാതാജിയോട് അല്ല ചോദിച്ചത്.
അറിയാവുന്ന ഒരു ഓർമ്മയുള്ളവർ ആരെങ്കിലും എന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. ജനാഭായി ജനാഭായി, ഹരിബോൾ. ജനാഭായി ജനാഭായി, ജനാഭായി. നമ്മൾ അതിൽ കൂടെ ആ ജനാഭായിയുടെ അതിൽ കൂടെ എന്താണ് നമ്മൾ ഉദ്ദേശിച്ചത്? ആർക്കാ പറയാൻ പറ്റുന്നത്? സതി മാതാജി ഓടണ്ട, അവിടെ ഇരുന്നു. മാതാജിയോട് ഞാൻ ചോദിക്കാനും, മാതാജി ക്ലാസ്സിൽ ഇല്ലായിരുന്നു. ചിലരൊക്കെ യൂട്യൂബ് കേട്ടിട്ട് അതിനെപ്പറ്റി കൂടുതൽ ചോദിക്കാറുണ്ട്. അപ്പൊ എനിക്ക് സന്തോഷം തോന്നുന്നു. കാര്യം ഞാൻ ഓർത്ത് ഞാനിത് വെറുതെ റെക്കോർഡ് ചെയ്ത് 15,000 രൂപ വർഷം ഈ സൂമിന് സബ്സ്ക്രിപ്ഷൻ ചെയ്ത് ചെയ്യുമ്പോൾ ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടാകും. പക്ഷെ എനിക്ക് ചിലരുടെ കാര്യം ഓർക്കുമ്പോൾ സന്തോഷം. അതിൽ ക്ലാസ്സിൽ കയറുന്നില്ലെങ്കിൽ യൂട്യൂബിൽ കൃത്യമായിട്ട് കേട്ടിട്ട്, ജോലിക്കിടയിലാണെങ്കിലും കേട്ടിട്ട് അവരെനിക്ക് അതിന്റെ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. വോയിസ് മെസ്സേജ് ആയിട്ട് ഇടാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ പാണ്ഡുരംഗ വിട്ടല ഭഗവാന്റെ പ്രഭുജി ഭക്തന്മാരെ ഇന്ന് പറ്റി. ഞാൻ യൂട്യൂബിൽ കയറി. യൂട്യൂബിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. അതല്ലേ? ഇന്ന് ഞാൻ ശരി. നോക്കിയപ്പോഴത്തെ യൂട്യൂബ് കണ്ട്. അങ്ങനെ ഇന്ന് ഞാൻ കയറി. കഴിഞ്ഞ ആഴ്ചത്തെ ഞാൻ ഇന്ന് കേട്ടായിരുന്നു. കേട്ടായിരുന്നല്ലേ? ഹരിബോൾ. അപ്പൊ അങ്ങനെ, അപ്പൊ ആ ഒരു കഥ കേട്ടപ്പോൾ അങ്ങനെ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട്, അതിന് കൂടുതൽ ഭഗവാന്റെ ഭക്തന്മാരെ പറ്റി പറയാണ്ട് പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ചിലര് പറയുന്നു. കാര്യം ഈ ക്ഷേത്രത്തെ പറ്റി പോലും കേട്ടിട്ടില്ല. അവരൊക്കെ ഇങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടോ, അത് എവിടെയാണ്, അതുപോലെ തന്നെ അവിടുത്തെ ഭഗവാൻ അവിടെ എത്തിയ കാര്യവും തൊട്ട് അവിടുത്തെ ഭഗവാന്റെ ഭക്തന്മാരുടെ എല്ലാം കാര്യങ്ങൾ പറയാവുന്നു. അപ്പം എനിക്കറിയാമല്ലോ എന്റെ പരിമിതി. ഞാൻ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കേട്ട എന്തെങ്കിലുമൊക്കെ ആണല്ലോ പറയുന്നത്. അപ്പം അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, ഓക്കെ, അത് പറയാനായിട്ടുള്ള യോഗ്യതയില്ല. കാര്യം അവിടുത്തെ ഭക്തന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ആ ഭക്തന്മാരുടെ അടുത്തേക്ക് ഡയറക്ട്ലി ഇറങ്ങി വരികയാണല്ലേ. ഭഗവാൻ വിഗ്രഹ രൂപത്തിൽ നിന്ന് ഭഗവാൻ മതിമറന്ന്, ഭഗവാനെ തന്നെ മതിമറന്ന് ഭഗവാൻ ഇറങ്ങി വരികയാണല്ലേ. അപ്പം അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഭഗവാന്റെ ഒരു കൃപ നമുക്കത് പറഞ്ഞറിയിക്കാൻ കൂടി വയ്യ. ആ അപ്പൊ ആ ഭക്തന്മാർ എത്ര വലിയ ഭക്തന്മാരാണെന്ന് വിചാരിച്ചു നോക്കി. നമ്മളെ പോലെ അവസരവാദികളായ ഭക്തന്മാരാണോ? ഭഗവാനെ ചീത്ത പറയുന്ന ഭക്തന്മാരാണോ? ഈ ജനാഭായി എന്തായിരുന്നു, നാട്ടുകൂട്ടരെല്ലാം കൂടെ കള്ളീന്ന് വിളിച്ചിട്ട് അവരെ കല്ലെറിയാനായിട്ട് തുടങ്ങിയ സമയത്താണ് ഭഗവാനിലേക്ക് തന്നെ അവരെ ലയിപ്പിച്ചു. ഭഗവാനിലേക്ക് തന്നെ ലയിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോ ഒന്ന് ആലോചിച്ച് നോക്കി, എന്തുമാത്രം ആ നാളെ ശരീരം പോലും ഇല്ലാതെ നാളെ ഭഗവാൻ. വരില്ലേ? നാളെ പൂങ്ങോണത്ത് പോണം. പിന്നെ ഒരു അമ്മേനെ നോക്കേണ്ടത് ജോലി കിട്ടിയിട്ടുണ്ട്. തിരുവമ്പാടി അമ്പലത്തിന്റെ അവിടെ ആ 2 ആഴ്ചത്തേക്ക്. ശരി. അപ്പൊ ഇനി നാളെ അടുത്ത ചെല്ലാൻ തൃശ്ശൂർ പറഞ്ഞിട്ടുണ്ട്. പൂരം കൂടെ. അപ്പൊ അങ്ങോട്ട് പോകും. ആ അപ്പം അപ്പൊ എന്താണ് സംഭവിച്ചത്? ഈ ഈ ജനാഭായിയെ പോലുള്ള ഭക്തരെ എന്താണ് ഭഗവാനിലേക്ക് തന്നെ അങ്ങ് ലയിപ്പിക്കുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അവരെ ഭഗവാന്റെ ലീലകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത് തിരിച്ചറിയാണ്ട് പറ്റുന്നുണ്ടോ, അത് ലീലയാണോ ഇല്ലയോ എന്നൊക്കെ അല്ലേ. ഭക്തന്മാർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഭഗവാനാണ് അതിന്റെ. ഒരു ഭക്തനായിട്ട് ചാട്ടവാറ് കൊണ്ട് അടി കൊള്ളുമ്പോൾ നമ്മൾ എന്താണ് പറയുന്നത്? ഇവര് കൃഷ്ണാവതി പോയിട്ട് എന്റെ അവസാനം ദേ അടി കൊള്ളുന്നു എന്ന് പറയും അല്ലെ. പക്ഷെ അത് ഏക്കുന്നത് ആരാണ്? ഭഗവാനിട്ടാണ് ഏക്കുന്നത്. ആ ഒരു കാര്യം നമ്മൾ മറന്നു പോകുന്നത്. ഇപ്പൊ കൃഷ്ണാബോധത്തിലുള്ള പ്രവർത്തനം 5ാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. കൃഷ്ണാബോധത്തിലുള്ള പ്രവർത്തനം കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ഭഗവാനാണ് ഇത് ഏറ്റെടുക്കുന്നത് അല്ലെ. നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് ഭഗവാൻ നടക്കുകയാണ് അല്ലെ. ഈ ഭക്തന്മാര്, പരമഭക്തന്മാര് എവിടെ എങ്ങനെ പോകുന്നു, എന്ത് ചെയ്യുന്നു, അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് ആലോചിച്ച് വ്യാകുലപ്പെട്ട് നടക്കുക. നമ്മൾ അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞ് നമ്മൾ കാര്യങ്ങൾ ഒരുപാട് പറയുന്നുണ്ടല്ലോ. അറ്റാച്ച്മെന്റ് പാടില്ല, ഡിറ്റാച്ച്മെന്റേ പാടുള്ളൂ. ഡിറ്റാച്ച്മെന്റ് എന്ന് പറയാനായിട്ട് നമ്മൾ കൃഷ്ണബോധം നമ്മളെ പഠിപ്പിക്കുന്നത്. ഓവർ അറ്റാച്ച്മെന്റ് ആയി കഴിഞ്ഞാൽ നമ്മളെ അത് ഭൗതികതയിലേക്ക് അടുപ്പിക്കുന്നു. പിന്നെ വീണ്ടും വീണ്ടും ജനന മരണ ചക്രങ്ങളിൽ കൂടെ കറങ്ങേണ്ടി വരുന്നു എന്ന് പറഞ്ഞിട്ട് ആചാര്യന്മാരെല്ലാം ക്ലാസ് എടുക്കുകയാണ് അല്ലെ. നഖശിഖാന്തരം ഇങ്ങനെ ക്ലാസ് എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അറ്റാച്ച്മെന്റ് നമ്മളുടെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അറ്റാച്ച്മെന്റ്. പക്ഷെ ഭഗവാൻ ഇതെല്ലാം രചിച്ചു വെച്ചിരിക്കുന്ന ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഭഗവാന് എന്താണ് പറയുന്നത്? ഈ അറ്റാച്ച്മെന്റ് ഭഗവാൻ ഉപേക്ഷിക്കാനായിട്ട് പറ്റുന്നില്ല. ആരോടുള്ള അറ്റാച്ച്മെന്റ്? ഭക്തന്മാരോടുള്ള അറ്റാച്ച്മെന്റ് അല്ല. അപ്പൊ അതെങ്ങനെ ശരിയാകും? ഭഗവാൻ തന്നെ പറയുന്നു അറ്റാച്ച്മെന്റ് പാടില്ല, ഡിറ്റാച്ച്മെന്റ് വേണമെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഇത് പാലിക്കുന്നില്ല. അതെന്തുകൊണ്ടാ അങ്ങനെ? അതൊരു ഭയങ്കര ഇതാണല്ലേ. ഈ നിയമം ഉണ്ടാക്കുന്ന ആള് നിയമം പാലിച്ചില്ലെങ്കിൽ എന്താണ് കാര്യം? ഇപ്പൊ ജഡ്ജി നമ്മളുടെ വിധിയൊക്കെ ഇങ്ങനെ പറയുവാണ് അല്ലെ. ഇന്ന ആൾക്ക് ഇന്ന ശിക്ഷ. ജഡ്ജി തന്നെ അത് ഡീവേറ്റ് ചെയ്യുകയാണെങ്കിലോ ആരെങ്കിലും ആ ലോ ഇത് ചെയ്യുവോ? അംഗീകരിക്കുവോ അല്ലെ? പക്ഷെ ഇവിടെ ഭഗവാന്റെ റൂളിൽ എന്ന് പറഞ്ഞാൽ ഭഗവാൻ എന്താണ്
ഭക്തരുടെ അടുക്കൽ ഭഗവാൻ എന്താണ്? ഭഗവാൻ സ്വതന്ത്രനാണ്. സർവ്വസ്വതന്ത്രനാണെങ്കിലും ഭഗവാൻ ഭക്തരുടെ അടുക്കൽ ഒരിക്കലും എന്താണ് ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത അവസ്ഥയാണ്. അല്ലെ, ഭക്തന്മാര് ഭഗവാനെ ഭക്തിപാശത്താലായിട്ട് ഇങ്ങനെ തളച്ചിട്ടിരിക്കുക. നമ്മളൊക്കെ നമ്മളൊക്കെ എന്താണ് പറയുന്നത്? സാധാരണഗതിയില് നമ്മളെ ഈ ഭഗവാനെ എപ്പോഴും കുറ്റപ്പെടുന്നത് കാരണം ഭഗവാൻ രാധാറാണിയും ഗോപികമാരെല്ലാം ഉപേക്ഷിച്ചിട്ട് ഭഗവാൻ മധുരയിൽ പോയി, ഭഗവാൻ അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ നമ്മളിങ്ങനെ പലരും ക്ലാസ് എടുക്കുന്നതും പല ആൾക്കാരും ഇങ്ങനെ നിരൂപിക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ഭഗവാൻ ഈ ഗോപികമാരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയി എന്ന് പറഞ്ഞിട്ടല്ലേ. അപ്പൊ അതുപോലെ തന്നെ ഭഗവാൻ മധുരയിൽ ചെന്നു, അവരോടൊക്കെ ഒരു 2-3 ദിവസത്തിനകം തിരിച്ചു വരാമെന്ന് പറഞ്ഞാണ് പോയിരിക്കുന്നത്. അപ്പോഴാണ് യശോദാമായി ആ സമയത്ത് അക്രൂരൻ പറയുമ്പോഴാണ് അറിയുന്നത് ഈ പറയുന്ന പോലെ ഭഗവാൻ ദേവകിയുടെ പുത്രനാണ്. അതുപോലെ തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ തിരിച്ചു വരാനുള്ള സാധ്യത കുറവാണ്. അപ്പം അങ്ങനെയൊക്കെ മനസ്സിലാക്കി ആ ഒരു അമ്മ എത്ര വർഷങ്ങളായിട്ട് മകനെ ഒരു നോക്ക് കാണാനായിട്ട് കാരാഗ്രഹത്തിൽ താമസിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം പോകാൻ നേരത്ത് നീ എന്നോട് നുണ പറയുകയാണല്ലേ, നീ ഇനി തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ് ഈ യശോദാമ്മ എന്ന് കരയുന്നുണ്ട്. ഭഗവാന്റെ അടുക്കൽ നിന്ന് കരയുന്നുണ്ട്, കുട്ടി കരയുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും അല്ല അമ്മേ എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ ഒരു തരത്തിൽ അവിടുന്ന് യാത്രയാകണം അല്ലെ. അപ്പൊ അത്രയ്ക്ക് വിഷമിച്ചിട്ടാണ് ഭഗവാൻ അവിടുന്ന് യാത്രയാകുന്നത്. അതുപോലെ തന്നെ മധുരയിൽ ചെന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആരെ വിടുന്നത്? ഉദ്ധവരെ ഇങ്ങോട്ടേക്ക് വിടുന്നുണ്ട് അല്ലെ. ഉദ്ധവരെ ഒരു ദിവസം കൊണ്ട് പോയിട്ട് പിറ്റേ ദിവസം തിരിച്ചു പോരണം എന്നുള്ള ഇതിൽ പറഞ്ഞു വിട്ട് ഉദ്ധവർ 6 മാസം കഴിഞ്ഞിട്ടാണ് വരുന്നത് അല്ലെ. ഉദ്ധവർ 6 മാസം കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോ അവിടെ കാണുന്ന എന്താണ്? ഈ കണ്ണീർ പുഴകളാണ് പോകുന്നത് അല്ലെ. വേറൊരു യമുനാ നദി തന്നെ അവിടെ ഉണ്ടായിരിക്കുക. ഗോപികമാരുടെയും യശോദാമാരുടെയും ഒക്കെ കണ്ണുനീര് കൊണ്ട് ഒരു പുഴ തന്നെ അവിടെ ഉണ്ടായിരിക്കുകയാണ്. അത്രയ്ക്ക് അവര് ഭഗവാനുമായിട്ടുള്ള വിരഹ ദുഃഖത്തിലാണ്. അപ്പം ഉദ്ധവര് തിരിച്ചു വന്ന് ഭഗവാന്റെ അടുക്കൽ ദണ്ഡ നമസ്കാരം ചെയ്തിട്ട് പറയാണ്, ഞാൻ വലിയ ജ്ഞാനിയായിരുന്നു, ഞാൻ എന്താണ് ത്യാഗിയായിരുന്നു, അല്ലെങ്കിൽ ദേവഗുരു ബൃഹസ്പതിയുടെ ശിഷ്യനാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ അഹങ്കരിച്ചിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഞാൻ ഒന്നുമല്ല, ഇവരുടെ പ്രേമത്തിന് മുൻപിൽ എന്താണ് ഞാൻ കീഴടങ്ങി എന്ന് പറഞ്ഞു. അപ്പം നീ എന്നെ തന്നെ ഒരുപാട് ഉപദേശിക്കാറുണ്ടല്ലോ, നീ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് ഭഗവാനോട് ഞാൻ പറയുന്നത് ഭഗവാൻ സ്വീകരിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ സ്വീകരിക്കാമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഒരു വാക്ക് എന്നോട് പറയണം, അങ്ങ് വൃന്ദാവനം വിടാനായിട്ട് പാടില്ല. ദേവകി മാതാവിനും വസുദേവർക്കൊക്കെ എത്ര ബുദ്ധിമുട്ടുണ്ടായാലും അങ്ങ് ഒരിക്കലും വൃന്ദാവനം അങ്ങ് എനിക്ക് വാക്ക് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഭഗവാന്റെ ഹൃദയം ഇങ്ങനെ തുറന്നു കാണിക്കുകയാണ് ഇങ്ങനെ. അതിന് നോക്കി കഴിഞ്ഞപ്പോൾ ഉദ്ധവർ എന്താണ് കാണുന്നത്? ഈ വ്രജ മുഴുവനും ഭഗവാന്റെ ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ആ ഗോപികമാർ അവിടെ ഇരുന്ന് കരയുന്നതും ഭഗവാനെ ഓരോ ലീല നടന്ന സ്ഥലങ്ങളിലൂടെയും പോകുന്നതും ഭഗവാനെ വിളിക്കുന്നതും ഇതെല്ലാം ഭഗവാൻ ഇങ്ങനെ കാണണം. അവരുടെ ആ കണ്ണുനീരും കൊണ്ടുണ്ടാകുന്ന താപം, അതായത് നമുക്കൊരു വെള്ളം തിളയ്ക്കാൻ 100 ഡിഗ്രി ആണെന്ന് ഓർത്തു, ഇവരുടെ കണ്ണുനീര് കൊണ്ടുണ്ടാകുന്ന താപം നമുക്കൊരു 1000 ഡിഗ്രി ആയിട്ട് എടുക്കാം ഒരു ഗോപികയുടെ. അപ്പൊ അങ്ങനത്തെ അത്ര 9 ലക്ഷം ഗോപികമാരുടെ കണ്ണുനീര് കൊണ്ടുള്ള താപം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന് പോലും സഹിക്കാൻ പറ്റില്ല, ഉപരിലോകങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഈ താപം മുഴുവനും ആരാണ് ഉൾക്കൊള്ളുന്നത്? ഈ വിരഹ താപവും അതുപോലെ തന്നെ ഈ പ്രേമത്തിന്റെ ആ ഒരു താപം, ആ ഒരു ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനേകായിരം കോടിക്കണക്കിന് സൂര്യന്മാര് ഒരുമിച്ച് വന്ന് നിന്നാൽ പോലും എന്താ പറഞ്ഞ ആ ഒരു താപത്തിന്റെ അത്രയും ആകില്ല എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പൊ ഈ താപം മുഴുവനും ആരാണ് ഉൾക്കൊള്ളുന്നത്? ഉദ്ധവര് ഭഗവാന്റെ ശരീരത്തിൽ തൊട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താണ്? ചുട്ടുപൊള്ളുന്ന ചൂടാണ് അനുഭവപ്പെടുന്നത് അല്ലെ. അപ്പൊ ഭഗവാനാണ് ഈ ചൂട് മുഴുവനും സഹിച്ച്, ഈ വിരഹ താപം മുഴുവൻ സഹിച്ച് വേദനയായിട്ടിരിക്കുകയാണ്. ആരാണ്? ഞാൻ വൃന്ദാവനം ഞാൻ വെടിഞ്ഞു എന്ന് പറയുന്നത് അല്ലെ. ഈ വൃന്ദാവനം മുഴുവൻ എന്നിലാണ് സ്ഥിതി ചെയ്യുന്നത്, എനിക്ക് ഒരിക്കലും വൃന്ദാവനത്തിൽ നിന്ന് പോരാനായിട്ട് സാധിക്കില്ല എന്ന് പറയുകയാണ് അല്ലെ. അപ്പൊ നമ്മൾ എല്ലാവരും വിചാരിച്ചു, നമ്മള് ദ്വാരകയിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴും ഭഗവാൻ എന്ന് കഴിവതും വൃന്ദാവനത്തിന്റെ ഡയറക്ഷനിലേക്ക് നോക്കാതിരിക്കാണ്ട് ഭഗവാൻ ശ്രദ്ധിക്കും. കാര്യം അങ്ങോട്ടേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ എന്താണ്? ഈ ഗോപികമാരുടെ രാധാറാണിയുടെ ഭാവം വരികയാണ്. അപ്പൊ രുക്മിണി ദേവി ആയിട്ട് ഭഗവാനായിട്ടുള്ള കോൺവെർസേഷനിൽ ഭഗവാൻ പറയുന്നുണ്ടല്ലേ, എല്ലാവരും എന്താണ് ഞാന് വ്രജവാസികളെ ഉപേക്ഷിച്ചു എന്ന് പറയുന്നുണ്ട്. അവരെല്ലാരും എന്റെ ഹൃദയത്തിലാണ്. ശരിക്കും രാധാറാണിയെക്കാളും കൂടുതൽ വിരഹതാപം അനുഭവിക്കുന്നത് ഞാനാണ് അല്ലെ, പ്രേമി. ഏതൊരു ആളെ ഉദ്ദേശിച്ചിട്ടാണോ അവരെല്ലാരും ഈ പ്രേമഭക്തിയും ഈ പ്രേമ വിരഹതാപവും അനുഭവിക്കുന്നത്, അത് ആരിലേക്കാണോ ഇത്രയും പേരുടെ ഒരുമിച്ച് വരുന്നത് അവർക്കാണ് ഇത് മുഴുവനും. അതായത് അവർക്കൊക്കെ
ഈ ഭഗവാൻ അവരൊക്കെ ഭഗവാൻ ദൂരത്തല്ലേ ഇരിക്കുന്നത്, ഭഗവാൻ ഇവരെല്ലാം ഹൃദയത്തിലാണ് ഇരിക്കുന്നത് അല്ലെ. ഭഗവാനെ സംബന്ധിച്ച് അവരെല്ലാം ഹൃദയത്തിൽ ഇരുന്നാണ് ഇത് ചെയ്യുന്നത് അല്ലെ. ഈ വിരഹതാപവും പ്രേമത്തിന്റെ താപവും ഒക്കെ അവർ അനുഭവിക്കുന്ന സ്വന്തം ഹൃദയത്തിലിരുന്നാണ്. അപ്പൊ ആരാണ് ഭഗവാൻ അവരെ ഉപേക്ഷിച്ചു പോയെന്ന് പറഞ്ഞ്, ആരാണ് ഭഗവാന് വേദന ഇല്ല എന്ന് പറഞ്ഞ്? ഇവർ ഈ 9 ലക്ഷം ഗോപികമാരും അതുപോലെ തന്നെ അത്രയും ഗോപന്മാരും രാധാറാണിയുടെയും ഒക്കെ വിരഹതാപം മുഴുവനും സഹിക്കുന്ന ആരാണ്? ഭഗവാനാണ് അല്ലെ. ഇത് മുഴുവനും മാനേജ് ചെയ്യുന്ന ഭഗവാനാണ്. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ ഒരിക്കലും വിരഹതാപം ഇല്ല എന്ന് മാത്രം വിചാരിക്കരുത്. കാരണം നാരദമുനി ആണ് ഇതിന്റെ കാരണക്കാരൻ. നാരദമുനിയാണ് ഭഗവാന്റെ ബാക്കിയുള്ള ജോലികൾ ചെയ്യാനായിട്ട്, കർത്തവ്യങ്ങൾ ചെയ്യാനായിട്ട് ഉപദേശിക്കുന്നത് അല്ലെ. നാരദമുനി ഉപദേശിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഭഗവാൻ ഒരിക്കലും അല്ലെങ്കിൽ വ്രജ വിട്ട് പോകില്ല എന്നറിയാം. ഭഗവാൻ ഒരിക്കലും വ്രജ വിട്ട് പോകാനായിട്ട് സാധ്യമല്ലാത്ത കാരണം നാരദമുനി വന്ന് ഉപദേശിക്കുകയാണ്. ഇപ്പൊ കംസൻ ഇതിന്റെ ക്ഷണപത്രിയൊക്കെ അയക്കും മല്ലയുദ്ധത്തിനുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങ് പോകണം. അതുപോലെ മധുരയിൽ കുറെ അച്ഛനും അമ്മയും എത്ര വർഷങ്ങളായിട്ട് തടവിൽ കിടക്കുകയാണ്. അവരൊരു നോക്ക് കണ്ടിട്ടില്ല മകനെ. അപ്പൊ അതുകൊണ്ട് അവരുടെ ദുഃഖം അവസാനിപ്പിക്കണം. അതുപോലെ തന്നെ പിന്നീട് അതുപോലെ തന്നെ ഭഗവത്ഗീത ഉപദേശിക്കാനുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബാക്കി വെച്ചിരിക്കുകയാണ് ഭഗവാൻ അല്ലെ. അപ്പൊ അതെല്ലാം ചെയ്യണം, ധർമ്മ സംസ്ഥാപനം ചെയ്യണം. ഒരുപാട് അസുരന്മാരെ ഉണ്ട്. അങ്ങനെ ഇതെല്ലാം ഭഗവാൻ ചെയ്യേണ്ട കർത്തവ്യം ആയതുകൊണ്ട് ഭഗവാൻ ഈ അതുപോലെ കർത്തവ്യം ചെയ്യാനായിട്ട് ഭഗവാനെ നാരദമുനി ഉപദേശിച്ചു. കാര്യം നാരദമുനിയുടെ ഉപദേശത്തിന്റെ ആവശ്യമില്ല. പക്ഷെ അല്ലെങ്കിൽ ഭഗവാൻ ഇവിടുന്ന് ഈ ഈ വ്രജലീലയിൽ അവിടെ കുടുങ്ങി കിടക്കുമെന്ന് മനസ്സിലായതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? വ്രജയെ ഹൃദയത്തിൽ ഏറ്റുകൊണ്ട് ഈ വിരഹതാപം മുഴുവനും ഭഗവാനാണ് എന്താണ് അതൊരു താങ്ങുന്നത്. നമ്മൾക്ക് മനസ്സിലായി. ഈ ഈ ജനാഭായിയുടെ കഥ നമ്മൾ പറഞ്ഞപ്പോൾ അതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലായത്? ആ ജനാഭായിക്കേറ്റ പീഡനങ്ങളും അതുപോലെ തന്നെ അവര് ഈ ആൾക്കാര് കള്ളി എന്ന് വിളിച്ച് ആക്ഷേപിച്ചത് മുഴുവനും അത് മുഴുവൻ ഭഗവാനായിട്ട് ഏറ്റെടുത്തു. ഇപ്പോഴും അവിടെ ചെല്ലുന്ന ഒരു പരിക്രമത്തിന് പോകുന്ന ഒരു ജനാഭായിയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഭഗവാൻ ഈ ചക്ക ആട്ടിയ ചക്കും അവിടെയുണ്ട്. അതുപോലെ തന്നെ ഭഗവാൻ രത്ന ആഭരണങ്ങൾ ഊരി വെച്ച സ്ഥലവും ഒക്കെ ഉണ്ട്. നമുക്ക് അവിടെ ചെന്ന് അതുപോലെ സക്കുബായിയുടെ ആ ഒരു ഷാള് ഭഗവാൻ എടുത്ത് ധരിച്ചതും ഒക്കെ അതേപടി ഭഗവാൻ മുഖം പൊതിഞ്ഞ് ഇങ്ങനെ പോയതും ഒക്കെ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഈ സക്കുബായിയെ രുക്മിണി ദേവി പുനഃസൃഷ്ടിച്ചൊക്കെ ഞാൻ ഇന്നാള് പറഞ്ഞിരുന്നു, സക്കുബായിയുടെ കഥ. ഇത് ഞാൻ ഇന്നലെ പറഞ്ഞത് ജനാബായിയുടെ കഥയാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ആ ഭക്തന്മാരെ പറ്റി എത്ര പറഞ്ഞു കഴിഞ്ഞാലും തീരില്ല. അവരുടെ ആ ഒരു കഥകളെ പറ്റി. അപ്പൊ അത് കേൾക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ യൂട്യൂബിൽ കേട്ടിട്ടുള്ള ആൾക്കാർ പോലും എന്താ പറഞ്ഞ റിവ്യൂ തരുന്നുണ്ട്. അവര് ചിലരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, ചിലരാരും കേൾക്കുന്നില്ലെങ്കിൽ, ഒരു ക്ലാസ് കേട്ടില്ലെങ്കിൽ അത് കൃത്യമായിട്ട് അതിൽ കേട്ടിട്ട് എന്നോട് അത് കമന്ററി പറയാറുള്ളവരും ഉണ്ടെന്ന് ഓർത്തപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയേണ്ടി വന്നത്. ഇനി അടുത്ത് നമുക്ക് 4-ാമത്തെ ശ്ലോകമാണ്. ഭഗവത്ഗീത യഥാരൂപം കർമ്മയോഗം കൃഷ്ണാബോധത്തിൽ പ്രവർത്തനം. ശ്ലോകം 4. സാംഖ്യയോഗൗ പൃഥക് ബാലാ പ്രവദന്തി ന പണ്ഡിതാഃ ഏകമപ്യാസ്ഥിത സമ്യ ഗുഹയോർ വിന്ദതേ ഫലം. സാംഖ്യയോഗൗ പൃഥക് ബാലാ പ്രവദന്തി ന പണ്ഡിതാഃ ഏകമപ്യാസ്ഥിത സമ്യ സുഖയോർ വിന്ദതേ ഫലം. സാംഖ്യയോഗൗ പൃഥക് ബാലാ പ്രവദന്തി ന പണ്ഡിതാഃ ഏകമപ്യാസ്ഥിതഃ സംയോ ഗുഹയോർ വിന്ദതേ ഫലം. ഹരേ കൃഷ്ണ. സതി മാതാജി. കൃഷ്ണ പ്രഭുജി. ഞാൻ നമ്പർ കേട്ടില്ലൊന്ന് പറയാമോ ഏത് ശ്ലോകം? 4-ാമത്തേത്. ഇപ്പം രതിദേവി മാതാജി വായിച്ചോളൂ. ഏത് അധ്യായം മാതാ പ്രഭു? 5-ാമത്തെ അധ്യായം മാതാജി. 5-4. രതിദേവി മാതാജി തുടങ്ങിക്കോളൂ. മ്യൂട്ട് മാറ്റിയിട്ട്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. സാംഖ്യയോഗൗ പൃഥക് ബാല പ്രവദന്തി ന പണ്ഡിത ഏകമഭ്യാസ്ഥിത സൗമ്യ ഉഭയോർ വിന്ധ്യതേ ഫലം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഗീതാ മാതാജി. ഹരേ കൃഷ്ണ.
സാഖ്യയോഗോ പൃഥക് ബാല പ്രവദന്തി ന പണ്ഡിതാഃ ഏകമപ്യാസ്ഥിത സമ്യക് ഉഭയോർ വിന്ദതേ ഫലം. ഹരേ കൃഷ്ണ. ഹരേ ഞാൻ കൃഷ്ണ. വായിക്കട്ടെ പ്രഭു? മാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 4. സാംഖ്യയോഗോ പൃഥക് ബാല പ്രവദന്തി ന പണ്ഡിത ഏകമപ്യസ്ഥിത സമ്യക് ഉഭയോർവിന്ദതേ ഫലം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശിലപ്രഭാതയുടെ പദാനുപദ തർജ്ജമ. ജയ് ശിലപ്രഭാത്. സാംഖ്യ യോഗവും ഭൗതിക ലോകത്തെക്കുറിച്ചുള്ള വിശ്ലേഷണ പഠനവും അല്ലെങ്കിൽ സാംഖ്യ സിദ്ധാന്തം യുക്തിപൂർവമായ സേവനവും പൃഥക് വെവ്വേറെയാണെന്ന് ബാല അല്പബുദ്ധികളാണ് പ്രവദന്തി പറയുന്നത്. പണ്ഡിതാഹ ന പണ്ഡിതന്മാരല്ല ഏകം അപി ഒന്നാണെങ്കിലും സമ്യക് വഴി പോലെ ആസ്ഥിതഃ ആശ്രയിക്കുന്നവർ ഉഭയോ രണ്ടിന്റെയും ഫലത്തെ വിന്ദതെ പ്രാപിക്കുന്നു. വിവർത്തനം ഭാവാർത്ഥം. ഡിവൈൻ ഗ്രേസ് എ.സി. ഭക്തിവേദാന്ത സ്വാമി ശിലപ്രഭാത്. ജയ ശിലപ്രഭാത്. ഭക്തിയുത സേവനം അല്ലെങ്കിൽ കർമ്മയോഗം പ്രപഞ്ചത്തെ വിശകലനം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പഠന സാംഖ്യയോഗത്തിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് പറയുന്നത് അജ്ഞാനികളാണ്. ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ നിപുണനായി കഴിഞ്ഞാൽ രണ്ടിനെ ഫലം കിട്ടുമെന്ന് യഥാർത്ഥ പണ്ഡിതന്മാർ പറയുന്നു. അപ്പോൾ നമ്മള് അതിന്റെ ഭാവാർത്ഥ സൂചന മാതാജി എന്ന് വായിച്ചേ. ഭാവാർത്ഥം. സാങ്കേതിന്റെ പ്രപഞ്ചത്തെ വിശകലനം ചെയ്തു പഠിക്കുന്നതിന്റെ ലക്ഷ്യം ഭൗതിക ലോകത്തിന്റെ ആത്മാവിനെ കണ്ടെത്തുകയാണ്. ഭൗതിക ലോകത്തിലെ ആത്മാവ് വിഷ്ണു അഥവാ പരമാത്മാവാണ്. ഭക്തിയുത ഭഗവത് സേവനം പരമാത്മാവിന്റെ സേവനത്തെ അനിവാര്യമാക്കി തീർക്കുന്നു. ഒന്ന് മരത്തിന്റെ വേരന്വേഷിക്കുന്നു, മറ്റേത് വേര് നനയ്ക്കുന്നുവെന്നേ വ്യത്യാസമുണ്ട്. സാംഖ്യ സിദ്ധാന്തം അഭ്യസിക്കുന്ന ആത്മാർത്ഥതയുള്ള വിദ്യാർത്ഥി ഭൗതിക പ്രപഞ്ചത്തിന്റെ വേര് വിഷ്ണുവാണെന്ന് കണ്ടെത്തും. ആ പരിപൂർണ ജ്ഞാനത്തോടെ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഇവ രണ്ടിനും തമ്മിൽ താത്വികമായ വ്യത്യാസമില്ല. രണ്ടിന്റെയും ലക്ഷ്യം ഒന്നു തന്നെ. വിഷ്ണു ആത്യന്തിക ലക്ഷ്യത്തെ അറിയാത്ത പേരാണ് സംഖ്യവും കർമ്മയോഗവും കണ്ടാണെന്ന് പറയുന്നത്. വിഭിന്നങ്ങളായ ഈ രണ്ട് പദ്ധതികൾക്കും ഉദ്ദേശം ഒന്നു തന്നെയെന്ന് വിദ്വാൻമാർക്ക് അറിയാം. ഹരേ കൃഷ്ണ. നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരുന്ന കൃഷ്ണാബോധത്തിൽ പ്രവർത്തനമാണ് അല്ലെ. അപ്പം കൃഷ്ണാബോധത്തിൽ പ്രവർത്തനമാണല്ലോ നമ്മൾ കണ്ടത് അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് സാക്ഷാൽ ഭഗവാൻ അവിടെ ഇരുന്നിട്ടും എന്താണ് ചെയ്തത്? അവരവരുടെ പ്രവൃത്തി നിർത്തിയില്ല. ഭഗവാൻ ഇവിടെ വന്നു, ഇനി പ്രവൃത്തി ഒക്കെ നിർത്തിയേക്കാം എന്ന് വിചാരിച്ചില്ല. ആര്? ജനാഭായി അല്ലെ. ജനാഭായി അവിടെ വീണ്ടും കർമ്മം ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഭഗവാൻ തന്നെ ആ കർമ്മം ചെയ്യാതിരിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടും അവരെന്ത് ചെയ്തു? ഭഗവാനെ കൊണ്ട് കർമ്മം ചെയ്യിച്ചു അല്ലെ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു ഭക്തയുടെ ആ ഒരു ഭക്തിയും അതുപോലെ തന്നെ നയചാതുര്യവും നോക്കി അല്ലെ. അപ്പം ഇവര് കർമ്മം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എന്താണ്? നാളെ ചിലപ്പോൾ ഒരുപക്ഷെ അവിടെ വരുന്ന അസംഖ്യ ഭക്തജനങ്ങൾക്ക് ഭക്ഷണത്തിനുള്ള സ്രോതസ് നിൽക്കും അല്ലെ. ആ ഗോതമ്പെല്ലാം പൊടിച്ച് റൊട്ടി ഉണ്ടാക്കിയാലേ നാളെ വരുന്ന ഭക്തജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഉറങ്ങാതിരുന്ന് ചെയ്യാണല്ലേ. അപ്പം ഭഗവാനോട് കൂടെ ഇരുന്ന് അവരുടെ കൂടെ ഇരുന്ന് എന്ത് ചെയ്യാണ്? ഇത് ചെയ്യാണല്ലേ. അപ്പം ഇവരുടെ സംഗീതം മ്യൂസിക് കേൾക്കാനായിട്ട്, അതായത് പാടുന്നത് കീർത്തനം കേൾക്കാനായിട്ട് ഭഗവാന് തടസ്സം ഉണ്ടാകുന്നെന്ന് പറഞ്ഞപ്പോൾ ഭഗവാനെ കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യിച്ചു? എന്താണ്? ഈ ചക്ക അടിക്കുന്ന ചെയ്തിട്ട് ഇവര് ഇരുന്ന് പാട്ടുപാടി അല്ലെ. എന്നാലും ആ പ്രവൃത്തി അവര് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. കൃഷ്ണാവബോധത്തിൽ അപ്പൊ നമ്മള് ഏതെങ്കിലും ഒരു സ്വപ്നത്തിൽ ഭഗവാനെ കണ്ടു, അല്ലെങ്കിൽ ഭഗവാന്റെ ദർശനം കിട്ടിയായിട്ട് നമുക്കൊരു തോന്നലുണ്ടായി എന്നൊക്കെ പറഞ്ഞ് ചിലര് എന്താണ്, ഇനി ഞാൻ വലിയൊരു ഇതിൽ എത്തിച്ചേർന്നു, ഇനി എനിക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല, ഭഗവാൻ എന്റെ കൂടെയാണ് വിളിക്കുന്നത്, ഞാൻ വിളിത്തുമ്പിൽ എത്തി എന്നൊക്കെ പറഞ്ഞ് ചില കോപ്രായങ്ങളൊക്കെ കാണിക്കും. ചിലർ അന്ന് തൊട്ട് എന്താണ് ഭക്തിയുത സേവനം എല്ലാം നിർത്തിയിട്ട് ഞാൻ ഭഗവാനാണെന്ന് പറഞ്ഞിട്ട് അവര് എന്താണ് ചെയ്യുന്ന ഭക്തർക്ക് ദർശനം കൊടുക്കാൻ തുടങ്ങും അല്ലെ. ഭഗവാന്റെ ഒക്കെ വേഷമൊക്കെ കെട്ടിയിട്ട് എന്ത് ചെയ്തും മയിൽപീലിയൊക്കെ വെച്ച് കിരീടമൊക്കെ വെച്ച് ലിഫ്റ്റിക്കും ഒക്കെ ഇട്ട് ഇങ്ങനെ കുറിയൊക്കെ തൊട്ടിട്ട് അവര് പിറ്റേ ദിവസം ഭഗവാനാണെന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അതിനുപരി നമ്മള് ജനാഭായി എന്താണ് ചെയ്തത് നമ്മൾ കണ്ടത്? ആ ഭഗവാന് തന്നെ എന്ത് ചെയ്തു കൊടുത്തു? ആ ഒരു പ്രവർത്തനം, അവർ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനം ഭഗവാൻ, കാര്യം എന്താണ്? അവരത്ര ഭക്തന്മാരത്ര
ബുദ്ധിമതികളുമാണല്ലേ, ബുദ്ധിമതികൾ തന്നെയാണല്ലേ. ഭഗവാൻ അത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ ഭഗവാന്റെ കൈകൾ കൊണ്ട് ഉണ്ടാക്കിയ ആ ഒരു അതിലുണ്ടാകുന്ന പൊടിയും കൊണ്ട് ഉണ്ടാക്കുന്ന ആ റൊട്ടി കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിക്കുന്ന ഭക്തരുടെ ഒരു ഭാഗ്യം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, വളരെ ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കമാണല്ലേ. അപ്പൊ ഭക്തന്മാർക്ക് നല്ല ബുദ്ധിയും ഉണ്ടല്ലേ. ഭഗവാനാണ് അവിടെ ഇരിക്കുന്നത് അല്ലേ. ഈ മായയുടെ എല്ലാം അധിപനായിട്ടുള്ള ആളാണ് അവിടെ ഇരിക്കുന്നത് അല്ലേ. അപ്പം ഭഗവാന്റെ ആ നയചാതുര്യത്തിലൊന്നും അവിടെ ആര് വീണു പോയില്ല, ഭക്ത വീണു പോയില്ല. ഭക്ത ഭഗവാനെ കൊണ്ട് ജയിച്ചു. കാര്യം എന്താണ്, ആ വരുന്ന ഭക്തന്മാർക്ക് മുഴുവൻ എന്താണ്, ഈ ഭഗവാന്റെ കയ്യൊപ്പുള്ള പ്രസാദം കഴിക്കുക അല്ലെ. ഭഗവാൻ തന്നെ ഉണ്ടാക്കിയ ആ ഒരു ഇൻഗ്രീഡിയൻസ് കൊണ്ടുള്ള പ്രസാദം കഴിക്കുക എന്നുള്ള ഒരു വലിയ കാര്യമാണ് ജനാഭായി അവിടെ ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല. അതുപോലെ തന്നെ വീണ്ടും ഭഗവാന് ഈ കീർത്തനത്തിൽ തടസ്സമുണ്ടായി. ഭഗവാന്റെ ആഭരണങ്ങളുടെ ശബ്ദം കേട്ട് ഭഗവാൻ അത് ഊരി വെച്ചു അല്ലെ. പക്ഷെ ആ ആഭരണത്തിലൊന്നും ആയിരുന്നില്ല ആരുടെ ശ്രദ്ധ. ആഭരണം ഊരി വെക്കുന്നത് ഒന്നും തന്നെ ഇവരുടെ ശ്രദ്ധയിലില്ല. ഇവരെന്താണ് ചെയ്യുന്നത്, ഭഗവാൻ തൊട്ടു മുമ്പിൽ ഇരിക്കുന്നു അല്ലെ. ഭഗവാൻ ചക്കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നു, കണ്ടിന്യൂസ് ആയിട്ട് ഭക്തിയുത സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഭഗവാനെ പ്ലീസ് ചെയ്യുക എന്നുള്ള കാര്യം. അപ്പം നേരത്തെയൊക്കെ എന്താണ്, ഭഗവാൻ പാണ്ഡുരംഗ വിട്ടലെ ശ്രീകോവിലാണ് ഇരുന്നുകൊണ്ടിരുന്നത് അല്ലെ. ഇപ്പൊ ഭഗവാൻ നേരിട്ട് മുമ്പിൽ ഇരിക്കുന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ആ ഒരു വ്യത്യാസം, ഭഗവാൻ നേരിട്ട് മുമ്പിൽ ഇരുന്ന് കേൾക്കുന്നു. പക്ഷെ ഭക്തർക്ക് എപ്പോഴും ഭഗവാൻ നേരിട്ട് മുമ്പിൽ ഇരുന്ന് കേൾക്കുന്നതായിട്ട് ഭക്തർക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ഭഗവാൻ മുമ്പിൽ വന്ന് ഇരുന്നു കഴിഞ്ഞാലും ഭഗവാൻ ശ്രീകോവിലായിരുന്നാലും പരമഭക്തരെ സംബന്ധിച്ചിട്ട് അത് ഒരുപോലെയാണ്. കാര്യം അവർ സദാഹരിയായിട്ടാണ് ജീവിക്കുന്നത്. അവർക്ക് ഇതിന് യാതൊരു വ്യത്യാസവും അറിയപ്പെടാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മളെ പോലുള്ള ആൾക്കാർ ഭഗവാൻ നേരിട്ട് വന്നെങ്കിൽ നമ്മൾ അതേപോലെ മാൻഡിലടിച്ച് നമ്മളുടെ സർവ്വ സംഭവങ്ങളും പോകും അല്ലെ. അല്ലെങ്കിൽ പിറ്റേ ദിവസം തൊട്ട് നമ്മള് എന്താണ്, സന്യാസികളോ അല്ലെങ്കിൽ ഭ്രാന്തരോ ആയി മാറും. ആ ഒരു രീതിയിലേക്ക് മാറുന്ന കോൺഷ്യസ്നസ്സിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ പരമഭക്തരെ സംബന്ധിച്ചിട്ട് അവർ ആ ഒരു സമയം എങ്ങനെ ബുദ്ധിപൂർവ്വം ഭഗവാനെ കൊണ്ട് മറ്റുള്ള ഭക്തർക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കാനായിട്ട് പറ്റുന്നു ഭഗവാന്റെ കൃപ എന്നാണ് അവർ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് ഇത്രയും വലിയ ശിക്ഷ കിട്ടിയിട്ട് അവരെന്താണ് പറയുന്നത്, ഇനിയെങ്കിലും ഭഗവാൻ ഇങ്ങനെ ആർക്കെങ്കിലും ദർശനം കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതേപോലെയുള്ള ഈ പഴി കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ അടുത്ത് വരാനായിട്ട് ആരും ആഗ്രഹിക്കില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ഭഗവാൻ ഒന്ന് ശ്രദ്ധിച്ചോണെന്നാണ് മാത്രമാണ് അവർ പറയുന്നത്. അല്ലാതെ അവർക്ക് ഇങ്ങനെ ഒരു ദുർവിധി കിട്ടിയെന്ന് അവർ പറയുന്നില്ല ജനാഭായി. ഇനി വേറെ ഏതെങ്കിലും ഭക്തര് ഭഗവാനെ അടുത്ത് കാണണമെന്ന് ആഗ്രഹിച്ച് ഭഗവാൻ അവിടെ വരുമ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു ദുർവിധി ഉണ്ടായാൽ ആൾക്കാരെല്ലാം നിന്നെപ്പറ്റി പഴിക്കാൻ തുടങ്ങും. നീ ആരുടെ അടുക്ക് വന്നോ അവരുടെ കഷ്ടകാലാണെന്ന് പറയാൻ തുടങ്ങും. പക്ഷെ അങ്ങനെ ഒരു കാര്യം ഉണ്ടാകാതിരിക്കാൻ ഭഗവാനെ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ആൾക്കാർ കള്ളി എന്നും പറഞ്ഞിട്ട് ഈ പോസ്റ്റിൽ കെട്ടിത്തൂക്കി ഇവരെ ഇട്ട് കഴിഞ്ഞപ്പോൾ കള്ളി എന്നും പറഞ്ഞ ആ കല്ലെറിയലിനും ഒക്കെ തുടങ്ങിയ സമയത്ത് ഇവരെന്താണ് ചിന്തിച്ചത്, അവര് ആ ഭഗവാന്റെ അഭംഗങ്ങൾ പാടിക്കൊണ്ടിരിക്കുക. ഇവർ ഈ പറയുന്ന ഒന്നും അവർ ഈ ചെവി കേട്ടില്ല. അവര് ഭഗവാനെ എന്താണ് സ്മരിച്ചുകൊണ്ട് ഭഗവാന്റെ അഭംഗങ്ങൾ ഇങ്ങനെ, അഭംഗങ്ങൾ എന്ന് പറയുന്നത് മറാത്തി പാടുന്ന ഒരു ഭഗവാനെ സ്തുതിക്കുന്ന കീർത്തനങ്ങൾക്കാണ് അഭംഗം എന്ന് പറയുന്നത്. ആ അഭംഗങ്ങൾ പാടിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു. ഇവരിത് കേട്ടതേ ഇല്ല, ആൾക്കാർ ഇവരെ ചീത്ത വിളിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്തു, ഭഗവാൻ എന്ത് ചെയ്തു, ആ ചീത്തവിളി എല്ലാം ഭഗവാൻ തന്നെ ഉൾക്കൊണ്ടു. ഭഗവാൻ എന്ത് മനസ്സിലായി, ഈ ഒരു ഭക്ത എന്ത് പറഞ്ഞ ലെവല് വേറെയാണ്, അവർ ഈ ഭൗതിക ലോകത്ത് ജീവിക്കാനായിട്ട് അർഹയല്ല. കാര്യം അവരെന്താണ്, അവർ എന്റെ കൂടെ ജീവിക്കാനായിട്ട് യോഗ്യതയുള്ളതാണെന്ന് മനസ്സിലാക്കി ഭഗവാനിലേക്ക് ചേർക്കപ്പെട്ടു. ഇതാണ് വ്യത്യാസം, നമ്മളും അവരുമായിട്ടുള്ള വ്യത്യാസം. അപ്പൊ നമ്മൾ ഈ കൃഷ്ണാവബോധത്തിലുള്ള കർമ്മം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, അതായത് ഭക്തിയുത സേവനം, ഡിവോഷണൽ സർവീസ്, അപ്പൊ ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രപഞ്ച വിശകലനം ചെയ്തിട്ടുള്ള പഠനത്തിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് പറയുന്നത് അജ്ഞാനികളാണ്. അതായത് സാഖ്യയോഗം എന്ന് പറയുന്ന അല്ലെങ്കിൽ സാഖ്യശാസ്ത്രം എന്ന് പറയുന്ന ഒരു ശാസ്ത്രമുണ്ട്. ആ ശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്, ആദ്യമായിട്ട് സാഖ്യശാസ്ത്രം പറഞ്ഞത് എന്ന് ആർക്കാണ് പറയാൻ പറ്റുന്നത്? കപില മഹർഷി. കപില മഹർഷി അല്ലേ? കപില മഹർഷി. കപില മഹർഷി ആരായിരുന്നു? ഭഗവാന്റെ ഒരു അവതാരമായിരുന്നു. അവരുടെ അച്ഛനും അമ്മയും ആരായിരുന്നു? കർദമമുനിയല്ലേ പ്രഭു? കർദമമുനി ദേവഹൂതി അല്ലേ? കർദമ പ്രജാപതിയും, പ്രജാപതിയാണ് ബ്രഹ്മദേവന്റെ പുത്രനാണ്, മാനസപുത്രനാണ്. കർദമ പ്രജാപതിയും ദേവഹൂതിയും. ദേവഹൂതി ആരുടെ മകളായിരുന്നു? മനുവിന്റെ അല്ലേ? മനുവിന്റെ സ്വയംഭൂ മനുവിന്റെ മക്കൾ. സ്വയംഭൂ മനുവിന്റെ, ശതരൂപയുടെയും
മക്കളാണ്. എന്താണ്? ദേവഹൂതി, പ്രസൂതി, ഒരാളൂടെ ഉണ്ടല്ലോ. ആകൂതി 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 സതീദേവിയുടെ അമ്മയുടെ ആകൂതിയല്ലേ പേരെന്താ? പ്രഭു? ലൈറ്റ് ഇട്ട് തരാം. ദേവഹൂതി, പ്രസൂതി, ആഹൂതി ആണോ? ഇവരോട് പറഞ്ഞാ മതി. ആകൂതിയാണ് പ്രഭു. അതെയോ? എന്റെ ഓർമ്മയിൽ ഉം. ഞാൻ പെട്ടെന്ന് വിട്ടുപോയി അത്. ഇവർ 3 പേരുണ്ടോ? ഒന്ന് എനിക്ക് ദക്ഷന്റെ ഭാര്യയാണോ? അല്ല, ഓക്കെ. അപ്പൊ അങ്ങനെ ഈ 3 പേര്. അപ്പൊ ഇതിലെ അമ്മയായിട്ടുള്ള ദേവഹൂതിക്ക് ഈ പറയുന്ന പോലെ മകനായിട്ടുള്ള കപിലമുനി സാക്ഷാൽ പരമദിവ്യോത്തമ കൃഷ്ണനായ ഭഗവാൻ ഇവരുടെ പുത്രനായിട്ട് അവതരിച്ചപ്പോൾ പറഞ്ഞു കൊടുത്ത ശാസ്ത്രമാണ് സാഖ്യശാസ്ത്രം. എന്താണ് സാഖ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് പറയാൻ പറ്റുന്നത്? എന്താണ് സാഖ്യം? സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? രണ്ട്, അത് ആത്മാവും ആ, പരമാത്മാവും. അതെ അതെ. സംഖ്യ എന്ന് പറഞ്ഞാൽ 2 എന്നുള്ള അർത്ഥമുണ്ട് അല്ലെ? അപ്പൊ ആ 2 ഏതൊക്കെയാണ്? ആത്മാവും പരമം, ജീവാത്മാവും പരമം. അല്ല, ശരീരവും ആത്മാവും ആത്മാ അല്ലെ? ആ ശരീരം. ശരീരവും ആത്മാവും. അപ്പൊ ഈ സാഖ്യശാസ്ത്രം പൂർണ്ണമായിട്ടും ഭൗതികമാണെന്ന് പറയുന്ന ചില അജ്ഞാനികളുണ്ട്. ഈ ശ്ലോകം ആ അജ്ഞാനികളെ പറ്റിയാണ് പറയുന്നത്. അവർ അറിവില്ലാതെയാണ് പറയുന്നത് എന്നാണ് ഈ ശ്ലോകത്തിൽ കൂടെ ഭഗവാൻ പറയുന്നത്. സാഖ്യശാസ്ത്രം ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നതാണല്ലേ. അപ്പൊ അതുകൊണ്ട് അതിനെ ഒന്ന് താഴ്ത്തി പറയേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ഭഗവത്ഗീത 2-ാമത്തെ അധ്യായത്തിന് എന്താണ് പറയുന്നത്? സാഖ്യശാസ്ത്രം എന്നാണ് പറയുന്നത് അല്ലെ. അതില് ഏതിനെ പറ്റിയാണ് പറയുന്നത്? ശരീരവും എന്താണ്? ആത്മാവും, ആത്മാവിന്റെ പ്രത്യേകതകള്, ശരീരവും ആത്മാവും തമ്മിലുള്ള സാമ്യം എന്താണ്, വ്യത്യാസം എന്താണ് എന്നൊക്കെയാണ് പറയുന്നത് അല്ലെ. അതിൽ കൂടെ നമ്മൾ എന്താണ് മനസ്സിലാക്കിയത്? ശരീരവും ആത്മാവും തമ്മിലുള്ള സാമ്യം എന്താണ്, വ്യത്യാസം എന്താണ്? ഗുണത്തിലൊന്നാണ്, അളവില് അളവിൽ അല്ല അല്ല അല്ല. ശരീരം അക്ഷരമാണ് ആത്മാവ് അനശ്വരമാണ്. അതെ, ശരീരം ശരീരം നശിക്കുന്നു, ആത്മാവ് നശിക്കുന്നില്ല. നശ്വരവും ആത്മാവ് അനശ്വരവും ഒരിക്കലും നശിക്കുന്നില്ല. അതാണ് വ്യത്യാസം. നശിക്കുന്നില്ല. പിന്നെ നമ്മളെ ഈ പറയുന്ന ആത്മാവും പരമാത്മാവിലേക്ക് പോകുമ്പോഴാണ് മാതാജി പറഞ്ഞ ഗുണവും അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള ഗുണത്തിലും അതുപോലെ തന്നെ അളവിലും ഉള്ള ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും തമ്മിലുള്ള ഇത് വരുന്നത്. അപ്പം നമ്മൾ പരമാത്മാവിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല സാഖ്യശാസ്ത്രത്തിൽ. സാഖ്യശാസ്ത്രത്തിൽ ശരീരവും അതായത് പ്രകൃതിയാണല്ലോ നമ്മുടെ ശരീരം നിർമ്മിച്ചല്ലേ. പ്രകൃതി തന്നെ നശിക്കുന്ന സംഭവമാണല്ലേ. പക്ഷെ അത് ഭഗവാന്റെ സൃഷ്ടിയാണ്, നമ്മൾ ഭഗവാന്റെ അംശങ്ങളാണ് എന്നുള്ള കാര്യം നമ്മൾ പിന്നീട് പഠിച്ചു വരുവാണ് അല്ലെ. അതീന്ദ്രിയ ജ്ഞാനത്തിൽ കൂടെ നമ്മൾ പഠിച്ചു വരുവാണ്. പിന്നെ പക്ഷെ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് മമയമാംശ ജീവലോക ജീവഭൂത സനാതന. ഭൗതിക ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും എന്താണ്? എന്റെ അംശങ്ങളാണ്, ശാശ്വത അംശങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. പ്രകൃതി സാനി കർഷതി എന്ന് പറഞ്ഞിട്ട് ആ ശ്ലോകം അവസാനിപ്പിക്കും. മമ ഷഷ്ടേന്ദ്രിയാനി പ്രകൃതി സ്ഥാനി കർഷതി എന്ന് പറഞ്ഞിട്ട് ആ ശ്ലോകം പൂർത്തിയാക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മള് ഭഗവാന്റെ ശാശ്വത അംശമാണ്. ഇതാണ് നമ്മൾ ഭഗവാനുമായിട്ടുള്ള ബന്ധം. അപ്പൊ നമ്മള് ഈ സാഖ്യ യോഗത്തിൽ കൂടെ നമ്മൾ അതെല്ലാം സാഖ്യശാസ്ത്രത്തിൽ ഭഗവത്ഗീത 2-ാമത്തെ അധ്യായത്തിൽ ആത്മാവിന്റെ ശാസ്ത്രം, ആത്മാവിനെ എന്താണ് തീ കൊണ്ട് പൊള്ളിക്കാനോ കാറ്റുകൊണ്ട് പറത്താനോ ചൂട് കൊണ്ട് ഉരുക്കാനോ ഒന്നും സാധിക്കത്തില്ല. ഒരു ആയുധങ്ങൾ കൊണ്ട് മുറിക്കാനോ പറ്റുന്നില്ല. അതുപോലെ ഞാൻ ഈ ശരീരമല്ല, ഞാൻ ഈ ആത്മാവാണെന്ന ബോധമാണ് നമ്മൾ ഓരോ ജീവാത്മാവിനും ഉണ്ടാകുന്ന ശരിയായിട്ടുള്ള അവബോധം അല്ലെ. ഞാൻ ആത്മാവാണ്. അതുപോലെ തന്നെ ഈ ഒരു ദേഹി മറ്റൊരു ശരീരത്തിലേക്ക് എങ്ങനെയാണ് ഞാൻ ഒരു വസ്ത്രം മാറി മറ്റൊരു വാസാംസി ജീർണാനി എന്ന ശ്ലോകം നമ്മൾ കേട്ടിട്ടില്ലേ. ഒരു വസ്ത്രം മാറി മറ്റൊരു വസ്ത്രം മാറുന്നത് പോലെ തന്നെ ഒരു ദേഹി മറ്റു പല ശരീരങ്ങൾ സ്വീകരിക്കുന്നു അല്ലെ. അതായത് നമ്മളുടെ ഈ ആത്മാവ് മറ്റു പല ശരീരങ്ങൾ സ്വീകരിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഈ പ്രക്രിയ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണെന്നൊക്കെ നമ്മൾ കണ്ടു. ഇതാണ് സാഖ്യശാസ്ത്രം. പക്ഷെ ആ സാഖ്യശാസ്ത്രവും ഈ പറഞ്ഞ നമ്മളിപ്പോ പറഞ്ഞ കൃഷ്ണാവബോധത്തിലുള്ള പ്രവർത്തനവും അല്ലെങ്കിൽ ഭക്തിയുത സേവനം അല്ലെങ്കിൽ കർമ്മയോഗവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരുണ്ട്? ഭഗവാൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്, പരമാത്മാവ്. അവിടെ ആ പരമാത്മാവിനെ കുറിച്ച് പ്രതിപാദിക്കുന്നില്ല എങ്കിലും എന്താണ് അത് ഭഗവാൻ പറഞ്ഞ ശാസ്ത്രം അല്ലാതായി മാറും. അപ്പൊ അല്പജ്ഞാനികളായിട്ടുള്ള ആൾക്കാര് എന്താണ് ഇത് വ്യത്യസ്തമാണെന്ന് പറയുന്നത്, ഇത് രണ്ടാണെന്ന് പറയുന്നത്. നമ്മൾ സാഖ്യശാസ്ത്രം മനസ്സിലാക്കി ആത്മാവ് ആരാണെന്ന് മനസ്സിലാക്കി എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ ആത്മജ്ഞാനം ഉണ്ടാകുകയാണെങ്കിൽ
തീർച്ചയായിട്ടും നമുക്ക് ആത്മജ്ഞാനം ഉണ്ടാകുകയാണെങ്കിൽ അതിൽ പരമാത്മാവിനെ നമുക്ക് കാണാനായിട്ട് ദർശിക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഉള്ളിലേക്ക് നോക്കുക, ഉള്ളിലേക്ക് നോക്കുക എന്നതാണ് പറയുന്നത് അല്ലേ? ഉള്ളിലേക്ക് നോക്കുക. നമ്മുടെ ഉള്ളിൽ ആരാണ് ഇരിക്കുന്നത്? ആത്മാവ്. ആ ആത്മാവിനെ നോക്കിക്കഴിഞ്ഞാൽ ആത്മാവ് ആരുടെ അംശമാണ്? അതിന്റെ കൂടെ ഇരിക്കുന്ന ഒരു മറ്റു കൂടെ ഇരിക്കുന്ന ഒരു കിളിയും കൂടി നമുക്ക് കാണാൻ സാധിക്കും അല്ലെ? പരമാത്മാവായിട്ടുള്ള സർവ അഭ്യുതകാംക്ഷിയും സുഹൃത്തുമായിട്ടുള്ള എല്ലാവരുടെയും അഭ്യുതകാംക്ഷി സുഹൃത്തുമായിട്ടുള്ള പരമാത്മാവിനെ നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും അല്ലെ? അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടും രണ്ടാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. രണ്ടും തമ്മിൽ വ്യത്യാസം, രണ്ടിന്റെയും ഫലം ഒന്ന് തന്നെയാണെന്ന് പണ്ഡിതന്മാർ പറയുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. സാഖ്യശാസ്ത്രത്തിൽ ആരോ ഒരാള് ഉണ്ട്, ഇതിന്റെ ഒരു കർത്താവായിട്ട് ആരോ ഒരാളുണ്ടല്ലേ. ഇതിന്റെ അകത്ത് നമ്മൾ അതിനു വേണ്ടിയിട്ട് വെള്ളം ഒഴിക്കുന്നു. ഭക്തിയുത സേവനത്തിൽ അല്ലെങ്കിൽ ഭക്തിയുത സേവനത്തിൽ എന്ത് ചെയ്തു? ഈ ഒരു മരമുണ്ട്, മരത്തിന്റെ വളർച്ച എവിടെ നിന്നാണ് തുടങ്ങുന്നത്? അതിന്റെ റൂട്ടിൽ നിന്നാണെന്ന് സാഖ്യശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. പക്ഷെ നമ്മള് ഭക്തിയുത സേവനം ചെയ്യുമ്പോൾ എന്താണ്? റൂട്ടിന് കൊണ്ട് വെള്ളം ഒഴിക്കുന്നു. ഇത്രയും വ്യത്യാസമേ ഉള്ളൂ അല്ലെ? നമ്മൾ അവിടെ വെള്ളം ഒഴിച്ചിരുന്നില്ല. അതൊരു ഫിലോസഫി, ഒരു ശാസ്ത്രമായിട്ടാണ് കണ്ടത്. പക്ഷെ ആ റൂട്ട് ആരാണെന്ന് മനസ്സിലാക്കി നമ്മൾ ആ റൂട്ടിന് കൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. ആ വേരിന്, തായ് വേരിന് കൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. ഇലകൾക്കല്ല വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അതാണ് ഇത് തമ്മിലുള്ള ഈ രണ്ട് ശാസ്ത്രങ്ങളിൽ തമ്മിലുള്ള വ്യത്യാസം. ഭക്തിയുത സേവനവും സാഖ്യശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ വേരാരാണെന്ന് മനസ്സിലാക്കുന്നു. ആരോ ഒരാൾ ഇതിന്റെ പിന്നിലുണ്ട്. ഈ ആത്മാവെന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടാകണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവ് ഉണ്ട് എന്നുള്ള കാര്യം അവിടെ പറയാതെ പറഞ്ഞ് സൂചിപ്പിക്കുന്നുണ്ട് സാഖ്യശാസ്ത്രത്തില്. എന്നാൽ നമ്മുടെ കൃഷ്ണാവബോധത്തില് അതിന്റെ പിന്നിലിരിക്കുന്ന ആള്, റൂട്ട് എന്ന് പറയുന്ന ആളുടെ പേര് പറയുന്നു. ഈ റൂട്ട് ആരാണ്? സാക്ഷാൽ ശ്രീകൃഷ്ണനാണ് ഇതിന്റെ ഒരു റൂട്ട് എന്നുള്ളത് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു. കൃഷ്ണാബോധത്തിൽ, ഡിവോഷണൽ സർവീസിൽ അദ്ദേഹത്തിന്റെ പേര് പറയുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മൂട്ടിൽ വെള്ളം ഒഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞതിന്റെ അർത്ഥം എന്താണ്? നമ്മള് കൃഷ്ണാവബോധം പ്രാക്ടീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഭഗവാനെ പ്ലീസ് ചെയ്യാനായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നു അല്ലെ? നമ്മൾ നാമജപം ചെയ്യുന്നു, ഭഗവത്ഗീത ഭാഗവതം പാരായണം ചെയ്യുന്നു, പഠിക്കുന്നു, ഭഗവാനെ പറ്റി സ്മരിക്കുന്നു, അതുപോലെ തന്നെ ഭക്തിയുത സേവനം ചെയ്യുന്നു, സത്സംഗം ചെയ്യുന്നു. ഇതെല്ലാം അതിന്റെ ഭാഗമാണ്. ആ വെള്ളം ഒഴിക്കൽ എന്ന് പറഞ്ഞ പ്രോസസ്സാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ? ഇതപ്പോ ആ വെള്ളം ഒഴിക്കൽ അവിടെ ഇല്ലായിരുന്നു, പക്ഷെ ഇവിടെ നമ്മൾ വെള്ളം ഒഴിച്ചു. റൂട്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. ഇവിടെ നമ്മൾ ആ റൂട്ടിന്റെ പേര്, ആ റൂട്ട് ആരാണെന്ന് കണ്ടു, ആ റൂട്ടിൽ നമ്മൾ വെള്ളം ഒഴിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ വ്യക്തമായി മനസ്സിലായല്ലോ? സാഖ്യശാസ്ത്രവും ഈ പറഞ്ഞ പോലെ ഈ ഭക്തിയുത സേവനം അല്ലെങ്കിൽ കൃഷ്ണാബോധത്തിലുള്ള പ്രവർത്തനം നമ്മളുടെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാഖ്യശാസ്ത്രം നമ്മളെ ഈ പറയുന്ന ഒരു വൃക്ഷമുണ്ട് എന്ന് പറയുന്ന ആ വൃക്ഷത്തിന്റെ വേരാണ് എല്ലാം എന്ന് പറയുന്നു. പക്ഷെ നമ്മൾ കൃഷ്ണാബോധത്തിൽ ആ വൃക്ഷത്തിന്റെ വേരിന്റെ പേര് കൃഷ്ണൻ എന്നും പറയുന്നു. അതിനെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മൾ ചെയ്യുന്ന ഡിവോഷണൽ സർവീസ്, അല്ലെങ്കിൽ ABCD നമ്മൾ ചെയ്യുന്നു അല്ലെ? അസോസിയേഷൻ, B ഫോർ ബുക്ക് റീഡിങ്, C ഫോർ ചാൻഡിങ്, D ഫോർ ഡയറ്റ്, E ഫോർ വൈഷ്ണവ എത്തിക്കേറ്റ്സ്. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്തു പോരുന്നു. അപ്പൊ ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. അഞ്ചാമത്തെ ശ്ലോകം. സുജന മാതാജി ശ്രദ്ധിച്ചിരുന്നോളൂ. എൽസാഖ്യൈ പ്രാപ്യതേ സ്ഥാനം തദ്യോഗൈരവിഗമ്യതേ ഏകം സാഖ്യം ച യോഗം ച യ പശ്യതി സ പശ്യതി. എൽസാഖ്യൈ പ്രാപ്യതേ സ്ഥാനം തദ്യോഗൈരവിഗമ്യതേ ഏകം സാഖ്യം ച യോഗം ച യ പശ്യതി സ പശ്യതി. ഹരേ കൃഷ്ണ. ശോഭന അച്യുതൻ മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 5. യാസ്യാംഗ്യ പ്രാപദേ സ്നാനം സ്നാനമല്ല, സ്ഥാനം. സ്ഥാനം തത്വോപരിഗമ്യതേ ഏകം സാഖ്യം ച യോഗം ച യ പശ്യതി സ പശ്യതി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. പത്മ മാതാജി. ഹരേ കൃഷ്ണ. എൽസാഖ്യേ പ്രാപ്യതേ സ്ഥാനം തദ്യോഗൈരവിഗമ്യതേ ഏകം സാഖ്യം ച യോഗം ച യ പശ്യതി സ പശ്യതി. ഹരേ കൃഷ്ണ. കൃഷ്ണ. ലൈല മാതാജി.
യത്സാംഗേ പ്രാപ്യതേ സ്ഥാനം തദ്യോഗൈരവിഗമ്യതേ ഏകം സാംഖ്യം ച യോഗം ച യ പശ്യതി സ പശ്യതി. ഹരി ഓം. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭാതരുടെ പദാനുപദ തർജ്ജമ. ജയ് ശ്രീലപ്രഭാത്. സാംഖ്യ തത്വശാസ്ത്രത്താൽ അല്ലെങ്കിൽ ജ്ഞാനയോഗികളാൽ യാതൊരുവൻ സ്ഥാനം പ്രാപ്യതയെ പ്രാപിക്കപ്പെടുന്നുവോ യോഗ്യൈ അഭി ഭക്തിയോഗ നിരതരായാലും തത് അത് ഗമ്യതയെ പ്രാപിക്കപ്പെടുന്നു. സാംഖ്യം ച വിശകലന പഠനത്തെയും യോഗം ച ഭക്തിയുത സേവനത്തെയും ഏകം ഒന്ന് എന്ന് ആര് പശ്യതി കാണുന്നുവോ സ അവനാണ് പശ്യതി യഥാർത്ഥമായി കാണുന്നത്. അപ്പം നമ്മൾ ഇതിന്റെ ശ്രീലപ്രഭാതരുടെ വിവർത്തനം ഭാവാർത്ഥം. ജയ് ശ്രീലപ്രഭാത്. വിശകലനാധിഷ്ഠിതമായ പഠനം കൊണ്ട് പ്രാപിക്കുന്ന സ്ഥാനം ഭക്തിയുത സേവനം കൊണ്ട് നേടാം. അതുകൊണ്ട് വിശകലനാധിഷ്ഠിതമായ പഠനവും ഭക്തിയുത സേവനവും ഒരേ ശ്രേണിയിലാണെന്ന് മനസ്സിലാക്കുന്ന ആൾ വസ്തുതകൾ യഥാർത്ഥമായി ദർശിക്കുന്നു. ഹരേ കൃഷ്ണന്റെ ഭാവാർത്ഥം ഷിബി മാതാജി. ജയശ്രീ പ്രഭാതി. ഭാവാർത്ഥം: തത്വചിന്താപരങ്ങളായ ഗവേഷണങ്ങളുടെയെല്ലാം യഥാർത്ഥ ഉദ്ദേശം ജീവിതത്തിന്റെ പരമലക്ഷ്യം കണ്ടെത്തലാണ്. ജീവിത ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണെന്നിരിക്കെ അതിലേക്ക് എത്തിക്കുന്ന ഈ രണ്ട് പദ്ധതികളുടെയും അന്തിമ നിർണയത്തിൽ വ്യത്യാസങ്ങളില്ല. സാഖ്യ സിദ്ധാന്തത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഗവേഷണം ജീവസത്ത പരമാത്മാവിന്റെ അംശമാണ്, ഭൗതിക പ്രപഞ്ചത്തിൻ്റെതല്ല എന്ന നിഗമനത്തിൽ എത്തിക്കുന്നു. അതുകൊണ്ട് ജീവാത്മാവിന് ഭൗതിക പ്രപഞ്ചവുമായി യാതൊരു ബന്ധവുമില്ല. അവന്റെ പ്രവൃത്തികൾക്ക് ഭഗവാനുമായി ബന്ധമുണ്ടായിരിക്കണം. കൃഷ്ണാബോധത്തോടെ കർമ്മം ചെയ്യുമ്പോഴാണ് ജീവൻ തന്റെ സ്വരൂപാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത്. സാഖ്യത്തിൽ ഒരാൾ ആദ്യമായി ചെയ്യേണ്ടത് ഭൗതികതയുമായുള്ള ബന്ധം വിച്ഛേദിക്കലാണ്. ഭക്തിയോഗത്തിലാകട്ടെ കൃഷ്ണാബോധ പ്രവർത്തനങ്ങളുമായി ബന്ധം സ്ഥാപിക്കലും. ഒരു പ്രക്രിയ വിരക്തിയെയും മറ്റേത് ആസക്തിയെയും ലക്ഷ്യമാക്കുന്നു എന്ന് ബാഹ്യമായി തോന്നിയേക്കാമെങ്കിലും വാസ്തവത്തിൽ രണ്ടും ഒന്നു തന്നെ. ഭൗതിക വസ്തുക്കളോടുള്ള വിരക്തിയും കൃഷ്ണനിലുള്ള ആസക്തിയും ഒന്നു തന്നെ. ഇത് മനസ്സിലാക്കുന്ന ആൾ കാര്യങ്ങൾ യഥാർത്ഥമായി കാണുന്നു. ഹരേ കൃഷ്ണ. ഹരി ബോൾ. ഹരേ കൃഷ്ണ. എത്ര വ്യക്തമായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിയാൽ അതിന്റെ ഭാവാർത്ഥത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നവർക്ക് മനസ്സിലാകും അല്ലെ. വളരെ വ്യക്തമായിട്ട് ശ്രീലപ്രഭാതർ പറഞ്ഞിരിക്കുകയാണ് അല്ലെ. ഇപ്പം സാഖ്യശാസ്ത്രത്തിൽ നമ്മൾ എന്താണ് പഠിച്ചത്? ഞാൻ ഈ ശരീരമല്ല, ഞാൻ ആത്മാവാണെന്ന് പഠിച്ചു. ഈ ആത്മാവ് ഭഗവാന്റെ അംശമാണെന്നും പഠിച്ചു അല്ലെ. അതുപോലെ നമ്മൾ ഭൗതിക വസ്തുക്കളോടുള്ള വിരക്തി എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇത് തന്നെയാണ് ഞാൻ ആദ്യം തുടങ്ങിയപ്പം പറഞ്ഞല്ലേ, ഭൗതിക വസ്തുക്കളോടുള്ള വിരക്തി. ഇതാണ് ഭഗവാൻ നമ്മളോട് എപ്പോഴും ഊന്നി പറയുന്നത് അല്ലെ. ആചാര്യന്മാരും എല്ലാം പറഞ്ഞു ഭൗതിക വസ്തുക്കളോടുള്ള വിരക്തി, നമ്മളുടെ സ്വജനങ്ങളോട് സ്വന്തം ജനങ്ങളോടുള്ള ആസക്തി ഒഴിവാക്കുക, അറ്റാച്ച്മെന്റ് ഒഴിവാക്കുക. ഇത് നമ്മൾ കേട്ട് നമ്മൾ മടുത്ത സംഭവമാണല്ലോ അല്ലെ. അറ്റാച്ച്മെന്റ് ഒഴിവാക്കുക, ഓവർ അറ്റാച്ച്മെന്റ് പാടില്ല അല്ലെ. സാഖ്യശാസ്ത്രം അത് പറഞ്ഞു. അപ്പൊ സാഖ്യശാസ്ത്രം ഒരു വിരക്തിയുടെ ശാസ്ത്രമാണെന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷേ എന്നാൽ കൃഷ്ണാബോധത്തിലുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ വിരക്തി അവിടെ നിൽക്കുക ചെയ്ത് തന്നെ നമ്മൾ കൂടുതൽ പറയുന്നത് എന്താണ്? നമ്മൾ കൂടുതലും പേരെന്താണ് പറയുന്നത്? അറ്റാച്ച്മെന്റ് ടുവേഴ്സ് കൃഷ്ണ. അപ്പോൾ ഇതൊരു വൈരുദ്ധ്യാത്മിക ഭൗതികതയല്ലെന്ന് നമുക്ക് തോന്നിക്കും അല്ലെ. നമ്മളെ ഈ ഇടതുപക്ഷ ചിന്താഗതിക്കാരൊക്കെ പറയുന്ന വൈരുദ്ധ്യാത്മിക ഭൗതികത എന്നുള്ള വാക്കുകളൊക്കെ അവരിങ്ങനെ ഉപയോഗിച്ച് അമ്മാനമാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ പല പ്രസംഗങ്ങളിലും. അപ്പം എന്താണ് അപ്പൊ ഈ വൈരുദ്ധ്യാത്മിക ഭൗതികത എന്ന് പറഞ്ഞ് നമ്മളിത് കൃഷ്ണാബോധത്തിൽ നമ്മൾ അറ്റാച്ച്മെന്റ് ടുവേഴ്സ് കൃഷ്ണ, അറ്റാച്ച്മെന്റ് ഭഗവാനിലോട് ഭക്തി തോന്നുക, സ്നേഹം തോന്നുക, പ്രേമം തോന്നുക. അപ്പൊ അതൊരു അറ്റാച്ച്മെന്റ് ഇല്ലേ? അപ്പോൾ അത് എങ്ങനെയാണ് ശരിയാകുന്നത്? അപ്പൊ ഭൗതിക വസ്തുക്കളോടുള്ള വിരക്തിയും കൃഷ്ണനോടുള്ള ആസക്തിയും രണ്ടും ഒന്ന് തന്നെയാണ്. അതിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഭൗതിക വസ്തുക്കളോടുള്ള വിരക്തി എന്ന് പറയുന്നതും കൃഷ്ണനോടുള്ള ആസക്തി എന്ന് പറയുന്നതും രണ്ടും നമ്മളെ ഒന്നിലേക്ക് തന്നെയാണ് എത്തിച്ചേരുന്നത്. മനസ്സിലായില്ലേ? ഭൗതിക വസ്തുക്കളിലോട് ആസക്തിയുള്ള ഒരാൾക്ക് കൃഷ്ണനോട് എങ്ങനെയെങ്കിലും താല്പര്യം തോന്നുമോ? ഒരിക്കലെങ്കിലും ആകർഷണം തോന്നുമോ? ഒരിക്കലും തോന്നാനായിട്ട് സാധ്യമല്ല അല്ലെ. കാര്യം നമ്മൾ ഭഗവാനോടുള്ള ഭക്തിയൊക്കെ നമ്മൾ വെക്കണം, നമുക്ക് ആസക്തി തോന്നണം. ഭഗവാനെ മകനായിട്ട് ഇനി തൊട്ട് ഞാൻ കാണും, അല്ലെങ്കിൽ സുഹൃത്തായിട്ട് കാണും, ഞാൻ ഭഗവാനോട് കുറെ നേരം സംസാരിക്കും.
അതുപോലെ തന്നെ ഞാൻ ഇന്ന് സ്വപ്നത്തിൽ തീർച്ചയായിട്ടും ഭഗവാനെ കാണും, ഞാൻ ഭഗവാനെ പറ്റി കുറെ വായിച്ചിട്ടാ കിടന്നത് എന്നൊക്കെ വിചാരിച്ചിരുന്ന് നമ്മൾ കാണുകയും ചെയ്യും. ആ ഒപ്പം തന്നെ നമ്മൾ ചെറിയ ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ടായി, നമ്മളുടെ കൊച്ചുമക്കൾക്കോ എന്തെങ്കിലും ഒരു പനിയോ അവരൊന്ന് മറിഞ്ഞു വീഴുവോ, അല്ലെങ്കിൽ നമുക്ക് ചെറിയ ഒരു കാല് തെറ്റി വീഴുവോ, ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞെങ്കിൽ ഉടനെ തന്നെ എന്ത് ചെയ്യും, നമ്മൾ ആ ആസക്തി വെക്കാനിരുന്ന ഭഗവാനാണ് ഇതിന്റെ കാരണക്കാരൻ എന്ന് പറഞ്ഞിട്ട്, കണ്ടില്ലേ ഞാൻ ഭഗവാനോട് അടുക്കാൻ നോക്കി കഴിഞ്ഞപ്പോ ആ ഭഗവാൻ കണ്ടില്ലേ എന്നെ അടിച്ച് വീഴ്ച കണ്ടില്ലേ, ഇനി ഞാന് നിന്നെ അങ്ങനെ എന്താണ് മകനാണെന്നോ അല്ലെങ്കിൽ സുഹൃത്താണെന്നോ പറഞ്ഞ് വിളിച്ച് വരുത്താനൊന്നും പോകുന്നില്ല. ഓക്കെ, എന്നെ നീ കിടപ്പിലാക്കിയില്ലേ എന്നേ നമ്മൾ പറയുള്ളൂ അല്ലെ. അപ്പം നിന്നെ നിപ്പില്ല ആ ആസക്തി നമ്മൾ വിരക്തിയാക്കിയിട്ട് മാറ്റി. ആ വിരക്തി എന്ന് പറഞ്ഞാൽ വെറുപ്പാക്കി മാറ്റി അല്ലെ. അപ്പൊ ഭൗതികതയോടുള്ള നമുക്ക് അറ്റാച്ച്മെന്റ് കാരണം നമുക്ക് ഒരിക്കലും ഭഗവാനിലേക്ക് നമ്മൾ ആസക്തരാകത്തില്ല. ഭൗതികതയില് അതുകൊണ്ടാണ് ഈ അറ്റാച്ച്മെന്റ് ഇല്ലാത്തവർക്ക് മാത്രമേ ഈ കർമ്മബന്ധങ്ങളിൽ നിന്ന് വിട്ട് ഇവിടുന്ന് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അറ്റാച്ച്മെന്റ് ഉള്ളവരെന്താണ് വീണ്ടും 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 ജനിച്ച് മരിച്ചുകൊണ്ടേ ഇരിക്കും. കാര്യം ഈ അറ്റാച്ച്മെന്റ് ആണ് ഈ ഭൗതിക ലോകത്തിൽ വീണ്ടും വീണ്ടും ജനിച്ച് മരിക്കാനായിട്ട് കാണും. നമ്മളുടെ ബന്ധുജനങ്ങളോടും അതുപോലെ തന്നെ നമ്മളുടെ ഈ ചിലർക്ക് പണത്തിനോടുള്ള, ചിലർക്ക് വീടിനോടുള്ള അറ്റാച്ച്മെന്റ്, ചിലർക്ക് എവിടെ പോയാലും സ്വന്തം വീടിനോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരിക്കും അല്ലെ. സ്വന്തം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ കട്ടിലേ കിടന്ന് എന്റെ ആ ഒരു കട്ടിലുണ്ട്, അതിൽ കിടന്നൊരു ഒന്ന് ഉറങ്ങണം അല്ലെ. ആ ഉറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ഉറക്കം വരുവുള്ളൂ, അല്ലെങ്കിൽ എവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം വരില്ല. അല്ലെങ്കിൽ ആ ഒരു സോഫയുണ്ട് ഇപ്പോ ഹാളിൽ ഇരിക്കുന്നത്, ആ സോഫയിൽ ഇങ്ങനെ കാലും നീട്ടി ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു കുഷനൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു കിടപ്പുണ്ട്, അത് വേറെ എവിടെ ചെന്നാലും അത് കിട്ടുമോ? പക്ഷെ ഒരിക്കലും നമ്മളുടെ ഈ ഭൗതികമായിട്ടുള്ള ഇങ്ങനെ ഈ അറ്റാച്ച്മെന്റ് കാര്യം നമ്മളുടെ ഈ ആത്മാവ് അവിടെ നിന്ന് വിട്ടുപോയാൽ അവിടെ തന്നെ അതിന്റെ പ്രസൻസ് ഉണ്ടാക്കാനായിട്ട് സാധ്യമാകും. ഇങ്ങനത്തെ ഓരോ അറ്റാച്ച്മെന്റ് നമ്മളുടെ വീട്ടിലുള്ള ഒരു സോഫായോടോ കുഷനോടോ കട്ടിലിനോടോ ഒക്കെ ആസക്തി തോന്നിക്കഴിഞ്ഞാൽ ശരീരം വെടിയാൻ നേരത്തും ഈ ആസക്തി അവിടെ തന്നെ നിലനിൽക്കും അല്ല. ഇത് ബാക്കിയുള്ളവർക്കൊക്കെ തന്നെ ഈ എന്നാൽ സോഫ ആർക്കെങ്കിലും കൊടുത്ത് ഒഴിവാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലോ അത് ആ കൂടെ ഈ ആത്മാവിന്റെ പ്രസൻസ് അത് ചെല്ലുന്നിടത്തും ഉണ്ടാകും, അവർക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും അല്ലെ. ഇനി ഇൻ കേസ് ഇവരാരെങ്കിലും ഈ ആസക്തിയുള്ളവരാരെങ്കിലും ആത്മഹത്യയൊക്കെ ചെയ്യാൻ കൂടെ ആണെങ്കിൽ അതൊരു പ്രേതാത്മാവായിട്ട് ഈ ആസക്തി നമ്മുടെ കൂടെ കൂടും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പല പല പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഈ ഓവർ ആസക്തി ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കി അത് ഭഗവാനിലേക്ക് ഓവർ ആസക്തി വരുവാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് വളരെ ഈസി ആയിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ പറ്റും. ബാക്കി ഒന്നുമില്ല, ഇവിടെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഭഗവാൻ എപ്പം വിളിച്ചു കഴിഞ്ഞാലും ഞാൻ പോകാനായിട്ട് തയ്യാറാണ്. അതായത് എന്നെ ഒരു നേരം പോലും മറ്റൊരാളെ കൊണ്ട് ഒരു കഷ്ടപ്പാട് ഉണ്ടാക്കി വെക്കാതെ നിന്ന നിപ്പിൽ എന്റെ ജീവൻ പോകണം എന്നുള്ള ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ ഭഗവാനോടുള്ള ആ ഒരു ഇരിപ്പ്. അല്ലെങ്കിൽ നമുക്ക് സാധാരണഗതിയിൽ അറിയാം 10 വർഷമായിട്ട് അതേ കിടപ്പിൽ കിടന്ന് കട്ടിലേ കിടന്ന് സർവ്വത് സാധിക്കുന്ന ആൾക്കാർക്കും അവർക്കും ജീവിക്കണം എന്നാണ് ആഗ്രഹം, ഒരിക്കലും മരിക്കാനായിട്ട്. നമ്മള് പുറമേ നാവും കൊണ്ട് പറയും ഈ എനിക്കിവിടുന്ന് അല്ല എനിക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോയാൽ മതി എന്ന് പറഞ്ഞിരുന്നാൽ തന്നെയും അവരും എന്താണ് വിചാരിക്കുന്നത്, എന്നെ കുറെ കഷ്ടപ്പെടുത്തിയല്ലേ, മരുമോളും മകനും ഒക്കെ കുറെ കഷ്ടപ്പെടുത്തിട്ട് അവർ കുറെ എന്റെ പാകം നോക്കട്ടെ എന്നൊക്കെ വിചാരിക്കുന്ന ചില ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ അവര് വിചാരിക്കും ഓക്കെ ഞാൻ ഈ മരിക്കാൻ നേരത്തുള്ള വേദന അതും ഇതൊക്കെ ഉണ്ടല്ലോ അതെനിക്ക് സഹിക്കാണ്ട് പറ്റത്തില്ല, ഞാൻ ഒന്നാമത്തെ കിടപ്പിലാണ്, അതുകൊണ്ട് ഇനി യമദൂതന്മാരോ വരുവോ കുറച്ച് പീഡനങ്ങൾ അനുഭവിക്കുകയോ അല്ലെങ്കിൽ 10,000 തേള് ഒരുമിച്ച് കടിക്കുകയോ, അയ്യോ അതെനിക്കൊന്നും ആലോചിക്കാൻ വയ്യ, അതുകൊണ്ട് ഞാൻ മരിക്കാതെ ഇങ്ങനെ തന്നെ കിടപ്പിലാണെങ്കിലും കിടക്കട്ടെ എന്ന് വിചാരിക്കുന്നവരുണ്ട്. പക്ഷെ നമ്മൾ എന്താണ് ശരിക്കും ചെയ്യേണ്ടത്, മറ്റൊരാൾക്ക് നമ്മളെ കൊണ്ട് യാതൊരു തരത്തിലുള്ള വേദനയും ഉണ്ടാക്കാതെ ഈ നിമിഷം നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷം പോലും നമ്മളുടെ ജീവൻ പോയി കഴിഞ്ഞാലും അതെനിക്ക് സന്തോഷമേ ഉള്ളൂ ഭഗവാനെ. അല്ലാതെ നമ്മള് ഇവിടുത്തെ ഏതെങ്കിലും അറ്റാച്ച്മെന്റുമായിട്ട് അല്ലെങ്കിൽ എനിക്കൊരു ഒരു 2 നില വീട് പണിയണം, അല്ലെങ്കിൽ അതിലൊന്ന് കിടന്നിട്ട് ഒന്ന് അവിടെ ഒരു കട്ടിലൊക്കെ ഇട്ടെന്ന് എനിക്ക് ഒന്ന് കിടന്ന് ശരിക്കൊന്ന് ഉറങ്ങിയിട്ട് വേണം എന്റെ ജീവൻ പോകാനായിട്ട്, അല്ലെങ്കിൽ ലോകം മുഴുവനും ഒന്ന് ചുറ്റിക്കറങ്ങുക, ടൂറിന് പോകുക, അല്ലെങ്കിൽ അവിടെ ഇഷ്ടമുള്ള ഭക്ഷണങ്ങളെല്ലാം വഴി കാണുന്നെല്ലാം വാരി കഴിക്കുക, ഇതിനു ശേഷം എന്റെ ജീവൻ പോവുകയാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളാണ് നമ്മളെ എല്ലാം കൂടുതൽ എന്താണ് ഇവിടെ ഈ ജനന മരണ ചക്രങ്ങളിലേക്ക് വീണ്ടും വീണ്ടും നമ്മൾ നയിക്കുന്നത്. അതിനു പകരം നമ്മൾ ഭഗവാനിലേക്ക് ആസക്തിയാകുകയും ആ എന്താണ് സദാ ഹരിയായിട്ടിരിക്കുകയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവൻ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഭഗവാൻ
നമ്മളെ ഇവിടെ കൈവിടിയില്ല എന്നുള്ളത് ഉറപ്പാണ്, ഗ്യാരണ്ടി തരുന്നതാണ് ഭഗവാൻ അല്ലെ. അന്ധകാലേച്ച മാമേച്ച സ്മരമുക്ത കളയവരം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ നമുക്ക് തരുന്ന ഗ്യാരണ്ടി അദ്ദേഹം തീർച്ചയായിട്ടും പാലിക്കും. കാര്യം ഭക്തരോട് പറയുന്ന കാര്യങ്ങളിൽ ഭഗവാൻ വ്യതിചലിക്കാറില്ല. ഭക്തരുടെ കാര്യത്തിൽ ഭഗവാന് യാതൊരു തരത്തിലുള്ള കള്ളവും പറയത്തില്ല. ഭഗവാൻ ധർമ്മം പാലിക്കാതിരുന്നിട്ടില്ല. പക്ഷെ ഭഗവാൻ സ്വന്തമായിട്ട് ചെയ്യുന്ന നിയമങ്ങളിലൊക്കെ ഭഗവാൻ തന്നെ ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. കള്ളത്തരം കാണിക്കും ഭഗവാൻ അല്ലെ, വാക്ക് പാലിക്കാതെയൊക്കെ വരും അല്ലെ. പക്ഷെ ഭക്തരോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിലും ഭഗവാൻ ഒരിക്കലും വാക്ക് തെറ്റിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. കാര്യം ഇത് ഭഗവത്ഗീത ഭഗവാൻ ഭക്തനോട് പറഞ്ഞാണ്, പരമഭക്തനായ അർജുനനോട് പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് അതിൽ യാതൊരു തരത്തിലുള്ള വ്യത്യാസം ഉണ്ടാകത്തില്ല. അന്ധകാലേച്ച മാമേച്ച, അവസാന കാലത്ത് ഭഗവാന്റെ നാമം ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളെ നാവിൽ ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഭഗവത് ധാമത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പൊ ഈ സാഖ്യയോഗവും കൃഷ്ണാവബോധവും തമ്മിലുള്ള രണ്ടും വ്യത്യസ്തമാണെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ, ഒന്ന് ഡിറ്റാച്ച്മെന്റിനോട് പ്രേരിപ്പിക്കുന്നു, മറ്റേത് അറ്റാച്ച്മെന്റിന് പ്രേരിപ്പിക്കുന്നു. അപ്പം ആ ഡിറ്റാച്ച്മെന്റ് ഭഗവാനോടുള്ള അറ്റാച്ച്മെന്റ് ആക്കി മാറ്റുവാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം അല്ലെ. എന്താണ് സൗഭാഗ്യവതി കലമാതാജി എന്തോ പറഞ്ഞല്ലോ? അതെ. അപ്പൊ നമ്മള് ഈ അറ്റാച്ച്മെന്റ്, ഈ ഡിറ്റാച്ച്മെന്റ് നമ്മൾ ഭൗതികതയോടും അറ്റാച്ച്മെന്റ് ഭഗവാനോടും ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആകും. അപ്പൊ ഈ രണ്ട് ശാസ്ത്രവും ഒന്നിലേക്ക് തന്നെയാണ് എത്തിച്ചേരുന്നതെന്ന് ഭഗവാൻ ഇവിടെ നമ്മളോട് പറഞ്ഞു കേൾപ്പിക്കുന്നു. അടുത്ത 6ാമത്തെ ശ്ലോകം. സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തു മയോഗതഃ യോഗയുക്തോ മുനിർബ്രഹ്മ നചിരേണാദി ഗച്ഛതി. സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തു മയോഗതഃ യോഗയുക്തോ മുനിർബ്രഹ്മ നചിരേണാദി ഗച്ഛതി. ഹരേ കൃഷ്ണ. സൗഭാഗ്യവതി കലാമാതാജി ശ്ലോകം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തം അയോഗത യോഗയുക്തോ മുനിർബ്രഹ്മ നചിരേണാതി ഗച്ഛതി. ഹരേ കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ. സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തുമയോഗ്യതഃ യോഗയുക്തോ മുനിർബ്രഹ്മ നചിരേണാതി ഗച്ഛതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അടുത്തത് മാധവി രാധ മാതാജി. സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തുമയോഗതഃ യോഗയുക്തോ മുനിർബ്രഹ്മ നചിരേണാമതി ഗച്ഛതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി ഇപ്പം പുഷ്പങ്ങളൊക്കെ കെട്ടിക്കൊടുക്കാൻ പോകാറുണ്ട് അമ്പലത്തില്? ഇല്ല ഇല്ല, ഇപ്പൊ പോകുന്നില്ല, വയ്യ അല്ലേ? ഇല്ല, 5-6 വർഷമായി നിർത്തി. 5-6 വർഷമായി നിർത്തിയിട്ട്. എന്താ റിട്ടയർ ആയതാണോ മാതാജി, അതോ വേണ്ടാന്ന് വെച്ചാണോ? വേണ്ടാന്ന് വെച്ചു. 13 വർഷം നോക്കിയില്ലേ. അതെല്ലേ. പിന്നെ ഈ കൊറോണയ്ക്ക് ശേഷമാണ് നിർത്തിയത്. നിർത്തിയല്ലേ. ഓക്കെ. അപ്പൊ ഇടയ്ക്ക് ഒരു ഭഗവാൻ ഒരു മാലയൊക്കെ കൊണ്ടേ ഇട്ട് കൊടുക്കുക കേട്ടോ. കാര്യം ഭഗവാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. മാല കൊടുക്കാല്ലേ. ഒരു ജോലിയായിട്ട് മാതാജി കരുതരുത്, ഒരു ജോലിയായിട്ട് കരുതരുത്. കാര്യം അന്ന് ജോലി പോലെ ചെയ്തെങ്കിലും അത് നമ്മളൊരു ഭഗവാനോടുള്ള ഒരു അറ്റാച്ച്മെന്റ് ആയിട്ട് അത് കണക്കാക്കണം. ഭഗവാന് സാധാരണഗതിയിൽ നമ്മൾ ഭൗതിക വസ്തുക്കളോട് ഡിറ്റാച്ച്മെന്റും ഭഗവാനോട് അറ്റാച്ച്മെന്റും ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ കർമ്മത്തിൽ കൂടെ അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ട് സാധിക്കും അല്ലെ. മാതാജി ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തിയാണ് ഇതല്ലേ. നമുക്ക് ആകാവുന്ന സമയത്ത് നല്ലതായിട്ട് കുളിച്ച് വൃത്തിയായിട്ടിരുന്ന് നല്ലൊരു മാലയൊക്കെ കെട്ടി മാതാജിയുടെ കയ്യിൽ ഭഗവാനെ അതിട്ട് എനിക്കൊന്ന് കണ്ട് തൊഴണം, ആ കൺകുളിർക്കെ കണ്ട് തൊഴണം എന്നുള്ള ഭാവത്തിൽ ഭഗവാന് സന്തോഷം ഉണ്ടാകണം. അല്ലാതെ ഞാൻ കെട്ടിയിട്ട മാലയാണെന്ന് 10 പേരെ അറിയിക്കുന്നതിന് ഉപരി ഇത് ഭഗവാൻ അത് ഇട്ട് കഴിഞ്ഞാൽ ഭഗവാന്റെ മുഖത്ത് ഉള്ള പ്രസൻസ് അല്ലെങ്കിൽ ആ ഒരു പ്ലസന്റ് എന്തുമാത്രം സന്തോഷമാകും എന്നതുള്ള ആസ്വദിക്കാനുള്ള ഭാവത്തിൽ പോയി ഒന്ന് ശ്രമിച്ചു നോക്കുക. വല്ലപ്പോഴും ആകാനും എണീറ്റ് നടക്കാനൊക്കെ ആവുന്ന സമയത്ത് ഞാൻ പോകും, എല്ലാ വ്യാഴാഴ്ചയും പോകും. പോകുന്നുണ്ടല്ലേ.
പോവും, അവിടെ ചെന്നിട്ട് നാമമൊക്കെ ചോദിച്ചിട്ടേ വരുള്ളൂ. അതെ അല്ല. ആ ഓക്കെ. അവിടെ പോകാതിരിക്കൂല, തൊട്ടടുത്തല്ലേ. ഇപ്പൊ അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ വയ്യാതായപ്പോഴാണ്. ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് മാലയൊക്കെ ഒന്ന് വല്ലപ്പോഴും വ്യാഴാഴ്ച ദിവസങ്ങളിലോ ഏകാദശി ദിവസങ്ങളിലോ ഒക്കെ ഒന്ന് നോക്കുക കേട്ടോ. അപ്പം ഓക്കെ. എന്താണ് ഭഗവാനെ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട്. ഓക്കെ. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള ചെടികളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ വെച്ച് പിടിപ്പിക്കാനായിട്ട് നോക്കുക. അതിന് വെള്ളം ഒഴിക്കുക. ആ വെള്ളം ഒഴിക്കുമ്പോഴും അതിൽ പൂവുണ്ടാകുമ്പോഴും എല്ലാം നമ്മളുടെ ഭാവം എന്തായിരിക്കണം? ഇതെന്റെ ഭഗവാന് കൊടുക്കാനുള്ളതാണ്. ഇത് ധരിച്ചു കഴിയുമ്പോൾ ഭഗവാൻ സന്തോഷിക്കണം. അല്ലാതെ എനിക്ക് സന്തോഷിക്കുകയല്ല, ഭഗവാൻ സന്തോഷിക്കണം. ഭഗവാന്റെ മുഖത്തുള്ള ആ ഒരു പ്ലസൻസ് എനിക്ക് കാണണം എന്നുള്ള ഭാവത്തിൽ കൂടെ നമ്മൾ കണക്കാക്കണം. അപ്പൊ ഇനി ഈ ശ്ലോകം കണ്ടോ, അപ്പൊ മാതാജിക്ക് മനസ്സിലാകും. മഹാബാഹോ, ഹേ മഹാബാഹോ, സന്യാസ തു സന്യാസമാകട്ടെ, അയോഗത ഭക്തിയുത സേവനമില്ലാതെ ആപ്തും പ്രാപിക്കുവാൻ ദുഃഖം ക്ലേശകരമാണ്. യോഗയുക്ത ഭക്തിപൂർവ്വം ഭജിക്കുന്ന മുനി ബ്രഹ്മ പരമപദത്തെ ന ചിരേണ താമസം വിന അതിഗച്ഛതി പ്രാപിക്കുന്നു. അപ്പം ആര് എവിടെ പോകുന്നു എന്ന് മുമ്പേ നമ്മൾ അന്ധകാലേച്ച മാമേച്ച എന്ന് പറഞ്ഞ ആ ശ്ലോകം പറഞ്ഞ പോലെ തന്നെ ഒരു ശ്ലോകമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ശ്ലോകമാണ്. ഭഗവാൻ പറയുന്ന ഒരു ഗ്യാരണ്ടിയാണിത്. അപ്പം ഇതിന് യാതൊരു വ്യത്യാസവുമില്ല. ഭഗവാൻ പറഞ്ഞ ഈ ഗ്യാരണ്ടി എല്ലാ കർമ്മങ്ങളും ത്യജിച്ചു എന്നിരിക്കലും ഭക്തിയുത ഭഗവത് സേവനത്തിൽ ഏർപ്പെടാതെ ആർക്കും സന്തുഷ്ടി നേടാനാവില്ല. അപ്പം നമ്മൾക്ക് ഡിവോഷണൽ സർവീസ് ചെയ്യാതെ നമുക്കൊരാൾക്കും സംതൃപ്തി ഉണ്ടാവില്ല. ഭഗവാന് സംതൃപ്തി ഉണ്ടായാലേ ഉള്ളൂ, നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന ഭഗവാന് സന്തുഷ്ടി ഉണ്ടായാലേ നമ്മുടെ ജീവാത്മാവിനും സന്തുഷ്ടി ഉണ്ടാവുള്ളൂ. അല്ലെ? ഭഗവാൻ പരമാനന്ദ സ്വരൂപനായതുകൊണ്ട് ഭഗവാന് പരമാനന്ദം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ അംശമായ നമ്മുടെ ആത്മാവിന് ആനന്ദം ഉണ്ടാകും ചെയ്യും. ആത്മാവ് ആനന്ദ സ്വരൂപനാണ് അല്ലെ? ഭഗവാൻ സച്ചിദാനന്ദ സ്വരൂപനായതുകൊണ്ട് ആത്മാവ് അതിന്റെ അംശമായതുകൊണ്ട് തീർച്ചയായിട്ടും ആത്മാവിന് അതിന്റെ ഒരു പ്രതിസ്ഫുരണം തന്നെ ഉണ്ടാകുന്നുള്ള ഉറപ്പാണ് അല്ലെ? നമ്മളൊരു തീച്ചൂളയുടെ അടുത്ത് നമ്മൾ ഇരിക്കുവാണെന്നുള്ള എന്താണ് അതിന്റെ ആ ചൂട് ആഗിരണം ചെയ്ത് നമ്മളിലേക്ക് എങ്ങനെ എത്തുന്നു പറഞ്ഞ പോലെ തന്നെ ഈ ആനന്ദം അതുപോലെയാണ്. പരമാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാൻ ആനന്ദിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ജീവാത്മായിട്ടുള്ള ഭഗവാന്റെ അംശമായിട്ടുള്ള ഭഗവാൻ എന്ന പരമാത്മാവിനോട് ചേർന്ന് തന്നെ ഒരേ സ്ഥലത്ത് തന്നെ വസിക്കുന്ന രണ്ടുപേരാണ് അല്ലെ? ഒരു മരത്തിന്റെ രണ്ട് ശാഖകളിലിരിക്കുന്ന കിളികൾ എന്ന് പറഞ്ഞ പോലെ ഹൃദയത്തിൽ തന്നെ വസിക്കുന്ന രണ്ട് എനർജികളാണ് ഈ പറയുന്ന പരമാത്മാവും ജീവാത്മാവും. അപ്പം പരമാത്മാവ് തീർച്ചയായിട്ടും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ ജീവാത്മാവും ആസ്വദിക്കുന്നു. അപ്പൊ ഇതാണ് ഞാൻ മാധവി രാധാ മാതാജിയോട് ഞാൻ പറഞ്ഞത് അല്ലെ? ഭഗവാന്റെ സന്തുഷ്ടിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മള് ഭക്തിയുത സേവനം ചെയ്യണം, കൃഷ്ണാബോധത്തിലുള്ള കർമ്മം ചെയ്യണം അല്ലെ? നമ്മൾ നേരത്തെ ആ കർമ്മം ചെയ്തുകൊണ്ടിരുന്നു. അന്ന് നമ്മൾ എന്തിനു വേണ്ട? ശമ്പളത്തിന് വേണ്ടിയിട്ട് ചെയ്തു അല്ലെ? നമ്മൾ പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. ഇപ്പോൾ റിട്ടയർമെന്റ് ആയി. അങ്ങനെയല്ല, നമ്മള് ലേലം പിടിച്ചാണ് കച്ചവടം ചെയ്തത് അവിടെ. അതെ, മനസ്സിലായി. അതൊരു ബിസിനസിന്റെ ഭാവമല്ലേ? മാതാജിയുടെ ഒരു ഉപജീവനത്തിന്റെ മാർഗമല്ലായിരുന്നു അത്? അതെ, ഉപജീവനത്തിന്റെ മാർഗമായിരുന്നു അല്ലെ? ഒരു ജോലിയായിട്ടായിരുന്നു അല്ലെ ചെയ്തത് അല്ലെ? ഇപ്പം ആ ജോലി കഴിഞ്ഞല്ലോ. ജോലി കഴിഞ്ഞ് ഇനി നമ്മള് ചെയ്യുന്നതൊക്കെ തന്നെ എന്താണ്? അത് ഭഗവാനെ സന്തോഷിപ്പിക്കണം എന്നുള്ള ആ ഒരു മനസ്സോടുകൂടി ഭഗവാൻ സന്തോഷിക്കണം. ഭഗവാൻ സന്തോഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ ഹൃദയത്തിലിരിക്കുന്ന ആത്മാവും സന്തോഷിക്കും. ആത്മാവ് സന്തോഷിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതത്തിൽ അത് ആനന്ദം വരുമെന്നുള്ളത് ആ ഒരു ശ്ലോകമാണ് ഇവിടെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ മാതാജിയോട്, പ്രത്യേകിച്ചും മാതാജിയും വേറൊരു മാതാജി ഇവിടെ ഉണ്ട്, ശാന്തകുമാരി മാതാജി. ആ മാതാജി ഇപ്പോഴും ഈ ജോലി ചെയ്യുന്നുണ്ടല്ലേ? ആരുടെ വീടിന്റെ അടുത്ത ശാന്തകുമാരി മാതാജി? ഈ മാതാജി, എന്റെ പേരെന്താണ്? ജ്ഞാനാംബിക മാതാജിയുടെ വീടിന്റെ അടുത്തുള്ളതാണ് അല്ലെ? രണ്ടുപേരൊന്നും വന്നിട്ടില്ല. അപ്പൊ ഈ മാതാജിയുടെ ജോലി എന്താണ്? ഭഗവാന് അത് ശമ്പളത്തിലാണ് അവര് ജോലി ചെയ്യുന്നത്. ഈ പറയുന്ന ഭഗവാന് മാല കിട്ടി ഇടുകയാണ്. അതുപോലെ തന്നെ അവര് ഈ ഭാഗവതവും രാമായണമൊക്കെ പാരായണം ചെയ്യുന്ന ആൾക്കാരുമാണ് അല്ലെ? അപ്പോൾ നമ്മൾ ആ സ്ഥിരം ചെയ്യുന്ന ജോലി എന്നുള്ള ഉപരി നമ്മൾ ആ ഭഗവാനെ മനസ്സിൽ ആലോചിച്ച് ആ ഒരു നമ്മൾ ചെടി നട്ടുവെക്കുക, അതിന് വെള്ളം ഒഴിക്കുക, അതിൽ പൂവിടുമ്പോൾ സന്തോഷിക്കുക. ഇതെന്റെ ഭഗവാന് മാല കെട്ടി കൊടുക്കണം, അല്ലെങ്കിൽ ഇതെന്റെ ഭഗവാന്റെ നടയിൽ സമർപ്പിക്കണം എന്നുള്ള ആ ഒരു വിചാരത്തോടു കൂടി
ആ ഒരു ചെടി വളർന്നു വരുന്ന സ്റ്റേജും അതിൽ മൊട്ടിട്ട് പൂവിട്ട് വരുന്ന സമയത്ത് ഈ പൂവിന് എത്ര സൗന്ദര്യമുണ്ട്. അപ്പൊ ഇതിന്റെ സൃഷ്ടികർത്താവായിട്ടുള്ള ഭഗവാൻ എത്ര സുന്ദരനാണ്. അപ്പൊ ഈ ഒരു പുഷ്പത്തെ ഭഗവാൻ തന്നെ സൃഷ്ടിച്ച ഈ പുഷ്പത്തെ ഭഗവാന് തന്നെ സമർപ്പിക്കുമ്പോൾ, അതും ഭഗവാന്റെ കണ്ടത്തിൽ ഒരു മാലയായിട്ട് ഇതിനെ സമർപ്പിക്കുമ്പോൾ ഭഗവാൻ എന്തുമാത്രം സന്തോഷിക്കും അല്ലെ. ഭഗവാൻ സന്തോഷിച്ചു കഴിഞ്ഞാൽ അതിൽ ചെറിയ അംശമെങ്കിലും നമുക്കത് പ്രസാദമായിട്ട് ഭഗവാൻ തരാതിരിക്കത്തില്ല. ആ സന്തോഷത്തിന്റെ എന്നുള്ള ഒരു ഭാവത്തിൽ ആ ഒരു അറ്റാച്ച്മെന്റ് നമ്മൾ വളർത്തിയെടുക്കണം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ അറ്റാച്ച്മെന്റിന്റെയും ഡിറ്റാച്ച്മെന്റിന്റെയും കാര്യങ്ങളാണ് ഈ 2-3 ശ്ലോകത്തിലായിട്ട് പറയുന്നത് അല്ലെ. ഭഗവാനോടുള്ള അറ്റാച്ച്മെന്റ് വളർത്താനായിട്ടുള്ള ഒരു കർമ്മ ഉപാധിയാണ് മാതാജി ഞാൻ പറഞ്ഞത്. മാതാജിക്ക് ബാക്കിയുള്ളവർക്ക് ഇത് പറയാനായിട്ട് അവർ ഇങ്ങനത്തെ ജോലി അല്ല ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ മാതാജിയോട് പർട്ടിക്കുലർലി ഇത് പറഞ്ഞത്, ഇത്രയും പേര് ഇവിടെ ഇരുന്നെങ്കിലും അല്ലെ. അപ്പൊ നിങ്ങൾ രണ്ടുപേരെയാണ് എനിക്ക് അറിയാവുന്ന ഭഗവാന് മാല കിട്ടി അതായത് പ്രൊഫഷൻ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന 2 വ്യക്തികളാണ് എനിക്ക് അറിയാവുന്നത്. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് ശരി തന്നെ പ്രഭുജി, ഇപ്പൊ ഞാൻ അത് ചെയ്യുന്നേ ഇല്ല. അതെ മാലയൊന്നും ഇവിടെ പൂവില്ല മാതാജി, ഇവിടെ ഇല്ല പൂ. ഇവിടെ നമുക്ക് പൂവൊന്നുമില്ല, ഇന്ന് വളർത്താനുള്ള സ്ഥലമൊന്നും ഇല്ല പ്രഭുജി. ഞങ്ങൾ ഇവിടെ മാതാജി മരുഭൂമിയിലാണ് ഇവിടെ താമസിക്കുന്നത്. ഇവിടെ എവിടെ സ്ഥലം ഇരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ ഒരു 10-12 മൂടോളം തുളസിയുണ്ട്. ഇപ്പൊ ഒരു കുറച്ച് 2-3 മാസം കൂടെ കഴിയുമ്പോഴത്തേനും വേനലാകുമ്പോഴത്തേനും ഭയങ്കര വേനൽ ചൂട് കൂടുമ്പോഴത്തേനും അത് കരിഞ്ഞു പോകും. എന്നാലും അത്ര എങ്ങനെയാണ് വളർത്തിയത്, നമ്മൾ അരിയിട്ട് ചാണകമൊക്കെ എന്ത് ചെയ്തു, നമ്മള് ഈ പാക്കറ്റിന്റെ അകത്ത് വിലക്ക് ലുലുവിലൊക്കെ വിലക്ക് മേടിക്കാൻ കിട്ടും. അങ്ങനെ കൊണ്ടുവന്ന് ചട്ടിയൊക്കെ വെച്ചിട്ട് ആ ചട്ടിക്കകത്ത് ഇത് വെച്ചിട്ട് നമ്മൾ ഒരു നെറ്റ്, പച്ച കളറിൽ നെറ്റ് ഉണ്ട് സൂര്യപ്രകാശം അടിക്കാതിരിക്കണം, അതൊക്കെ ഇട്ടിട്ട് നമ്മള് രാവിലെയും വൈകിട്ടും വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് വളർത്തുന്നത്. ഇവിടെ സ്ഥലമേ ഇല്ല, വാടകയ്ക്കാണ് താമസിക്കുന്നത്, സ്വന്തം സ്ഥലമല്ല. പിന്നെ ഈ ആൾക്കാർ നടന്നു പോകുന്നതിന്റെ വഴിക്ക് ആർക്ക് ശല്യം ഉണ്ടാക്കാതെ സൈഡിൽ ഇങ്ങനെ നിരത്തിയൊക്കെ വെച്ചിട്ടാണ് വളർത്തുന്നത്. എന്നിട്ട് രാവിലെ നമ്മളെടുത്ത് ആരതിയൊക്കെ ചെയ്യും തുളസിയൊക്കെ എടുത്ത്. ആ തുളസിയാണ് ഭഗവാന് സമർപ്പിക്കുന്നത്, നമ്മൾ ഭോഗം ഭഗവാന് കൊടുക്കുമ്പോൾ അതിൽ അർപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും മാതാജി. 1 സെന്റ് സ്ഥലം നമ്മളുടെ മനസ്സുണ്ടെങ്കിൽ മാത്രം മതി അല്ലെ. നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമ്മള് ഇതെല്ലാം ചെയ്യാൻ പറ്റും. നട്ടിട്ടുണ്ട്, തുളസിയൊക്കെ ഉണ്ട്. പക്ഷെ അത് ഇവിടുത്തെ ഭഗവാന് എല്ലാം പറിച്ച് വയ്ക്കും. അതാണ് ചെയ്യുന്നത്. മാല കെട്ടാനുള്ളതൊന്നും ഇല്ല. ഇതല്ലേ അതൊക്കെ മാതാജി നിരൂപിച്ചു കഴിഞ്ഞാൽ എല്ലാം ഉണ്ടാക്കാൻ പറ്റും മാതാജി. അവിടെ ഒരു വൃന്ദാവനമാക്കാൻ പറ്റും അത്രയും ചെറിയ സ്ഥലത്ത്. 2 സെന്റ് സ്ഥലമുള്ളെങ്കിൽ അവിടെ വൃന്ദാവനമാക്കി മാറ്റാണ്ട് പറ്റും നമുക്ക്. നമ്മൾ വിചാരിച്ചാൽ മതി, ഭഗവാന്റെ ഗോപികയായിട്ട് മാറിയാൽ മതി നമ്മള്, അതെല്ലാം സാധിക്കാൻ പറ്റും അല്ല. ഇത്രയും ഈ പ്രായത്തിൽ ഞാൻ എങ്ങനെ ഈ പ്രായത്തിൽ ഞാൻ എങ്ങനെ ഭഗവാന്റെ ഗോപികയാകും എന്നായിരിക്കും മാതാജി വിചാരിക്കുന്നത് അല്ലേ. എത്ര പ്രായമായി കഴിഞ്ഞാലും അല്ല, ഒരിക്കലും അങ്ങനെ പറയൂല. ഇല്ല പറയണ്ട. നമ്മൾ ചിലപ്പോ അങ്ങനെ വിചാരിക്കും, ഈ പ്രായത്തിൽ ഞാൻ എങ്ങനെ ഭഗവാന്റെ ഗോപികയാകും എന്ന് നമ്മൾ വിചാരിക്കും അല്ലേ. അപ്പം ഭഗവാന്റെ ഗോപികമാര് തന്നെ പ്രഭുജി. അതെ അതെ. അപ്പൊ ആ ഒരു ഭാവത്തിൽ അപ്പൊ തീർച്ചയായിട്ടും ഭഗവാൻ ഇതിനെയൊക്കെ സഹായിക്കും. നമ്മളൊരു ആഗ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾക്കെല്ലാം ഭഗവാൻ സഹായിക്കും. അതാണ് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ചിന്താശാലിയായ ഒരു വ്യക്തി അജിരേണ പരമപദം പ്രാപിക്കും. ഏതാണ് പരമപദം? എവിടെയാണ് പരമപദം? ആർക്കാണ് ഈ പരമപദത്തെ പറ്റി അറിയാവുന്നത്? ആരാണ് അവിടെ പോയിട്ടുള്ളത്? പരമം എന്ന് പറയുന്നത് എന്താണ്? സുപ്രീം പൊസിഷൻ. ഏതാണ് സുപ്രീം പൊസിഷൻ? എവിടാണ്? ആർക്കൊക്കെ അറിയാം? ആരൊക്കെ പോയിട്ടുണ്ട് നേരത്തെ? ആരൊക്കെ കേട്ടിട്ടുണ്ട്? എത്ര പേരുണ്ട് ഇവിടെ പരമപദത്തിൽ പോയിട്ടുള്ളവര്? അല്ലേ? കരിപോൽ. അപ്പൊ പരമപദം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അല്ലെ. അത് എന്താണ്? ചിന്താമണി പ്രകര സത്മ സുഗൽഭ വൃക്ഷ ലക്ഷാവൃതേഷു സുരഭീരവി പാലയന്തം ലക്ഷ്മീം സഹസ്ര ശതസംഭ്രമ സേവ്യമാനം ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. അതെവിടെയാണ്? ഗോലോകനാംനി നിജധാംനി തലേജസ്സ ദേവി മഹേശ ഹരിതാമ സുദേശു ദേശു തേ പ്രഭാവ വിഹിതാശ്ചയേന ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി അല്ലെ. എന്താണ് ഗോലോകം എന്ന് പറഞ്ഞ ഒരു ഈ ഭൗതിക ലോകത്തിനൊക്കെ ഉപരി ആത്മീയ ലോകങ്ങളിൽ ഏറ്റവും ഉയർന്ന ഒരു സ്ഥലമുണ്ട്, അതാണ് ഗോലോകം. അതായത് നമ്മളെല്ലാം ആദ്യമേ എവിടെയായിരുന്നു? നമ്മളുടെ സ്വഭവനമായിരുന്നു ഗോലോകം. നമ്മള് സ്വന്തം വീട്ടിൽ നിന്ന് നമ്മള് എന്താണ് പടിയടച്ച് പിണ്ണം വെച്ച മാതിരി നമ്മള് എന്താണ് ഈ ഭൗതിക ലോകത്തേക്ക് താഴ്ത്തപ്പെട്ടു. കാര്യം എന്താണ്?
പരമപദമായിരുന്നു അല്ലെ, സുപ്രീം പൊസിഷൻ ആയിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. നമ്മുടെ ഭഗവാന്റെ സേവ ചെയ്ത് സേവകരായിട്ട് നമ്മൾ അവിടെ ഉണ്ടായിരുന്നു അല്ലെ. അപ്പോ ഭഗവാന് സേവ എല്ലാവരും ചെയ്തപ്പോൾ ഈ സേവ എനിക്ക് കിട്ടിയാൽ എന്താണെന്ന് നമ്മൾക്കൊക്കെ ആഗ്രഹം തോന്നി. സ്വന്തമായിട്ട് ആരെങ്കിലും എന്നെ ഒന്ന് സേവിച്ചു കഴിഞ്ഞാൽ നന്നായിരുന്നു എന്ന് എപ്പോ നമുക്ക് തോന്നലുണ്ടായോ, ആ തോന്നലുണ്ടായ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അതേപടി ഇങ്ങോട്ട് താഴ്ത്തപ്പെട്ടു. അങ്ങനെ താഴ്ത്തപ്പെട്ടു വന്നവരാണ് നമ്മൾ ഓരോരുത്തരും അല്ലെ. ഭൗതിക ലോകത്ത് എൻജോയ് ചെയ്യാനായിട്ട് വിട്ടതാ. ഇവിടെ വന്നപ്പോഴോ എന്താണ്? നമ്മള് 84 ലക്ഷം ജീവരാശിയിൽ കൂടെ ജനിച്ചും മരിച്ചും നമ്മൾ ഓരോ കർമ്മങ്ങൾ ചെയ്ത് നമുക്ക് എങ്ങനെ തിരിച്ചു പോകണം എന്നുള്ള അറിയുന്നില്ല അല്ലെ. അവിടെ നമ്മളെ കാത്തൊരു അച്ഛനും അമ്മയും അവിടെ ഇരിപ്പുണ്ടല്ലേ അല്ലെ. ആരാണ്? ഭഗവാനും രാധാറാണിയും നമ്മളെ കാത്ത് അവിടെ നിൽക്കുകയാണ് അല്ലെ. നമ്മളെ കുരുത്തക്കേട് കാണിച്ചിട്ട് പോകുന്നതാണല്ലേ. അപ്പം ഏതൊരമ്മയുടെ ആഗ്രഹം എന്താണ്? മക്കൾ എത്രയും വേഗം തിരിച്ചു തരാനുണ്ട്. അപ്പൊ അവര് നമുക്ക് എന്റെ ഉപാധികളും എല്ലാം തന്നിട്ടുണ്ട് അല്ലെ. 1 സെന്റ് സ്ഥലമാണെങ്കിൽ 1 സെന്റ് സ്ഥലം, അല്ലെങ്കിൽ പുറമ്പോക്കാണെങ്കിലും അതാണെങ്കിലും അവര് നമുക്ക് തന്നിട്ടുണ്ടല്ലേ. തല ചായ്ക്കാൻ ഒരു സ്ഥലവും, അല്ലെങ്കിൽ ചിലർക്ക് മണിമാളിക തന്നിട്ടുണ്ട്, ചിലർക്ക് പുറമ്പോക്കാണ്, ചിലർക്ക് എന്താണ് ഒന്നുമില്ലാത്ത അവസ്ഥ എല്ലാം ഉണ്ട്. പലർക്കും പല രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാവരും ഭഗവാനോട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പല ജന്മങ്ങളായിട്ട് ചെയ്തിട്ടുള്ള കർമ്മത്തിന് അടിസ്ഥാനമായിട്ട് ഓരോ ശരീരവും വാസസ്ഥലവുമാണ് ഭഗവാൻ തന്നിരിക്കുന്നത് നമുക്കല്ലേ. അപ്പൊ നമ്മള് എന്ത് ചെയ്യണം? നമ്മൾ ഈ മറ്റൊരുമായിട്ടുള്ള കമ്പാരിസൺ ചെയ്യാതെ നമ്മൾ എങ്ങനെ നമുക്ക് തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകാനായിട്ട് സാധിക്കും, അതിന് എന്തൊക്കെ ചെയ്യണം? ഈ പരമപദ അല്ലെങ്കിൽ സുപ്രീം പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും കണ്ടിട്ടില്ല അല്ലെ. പക്ഷെ നമുക്ക് എന്താണ്? വേദങ്ങളിൽ നിന്നും ശാസ്ത്രങ്ങളിൽ നിന്നും ഉപനിഷത്തുകളിൽ നിന്നും പുരാണങ്ങളിൽ നിന്നും ആചാര്യന്മാരിൽ നിന്നും ഗുരുപരമ്പരയിൽ നിന്നും ഒക്കെ മനസ്സിലായി ഈ പരമപദം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. പിന്നെ ഭഗവാൻ ഭഗവത്ഗീതയിൽ കൂടെ സ്വയം പറഞ്ഞിരിക്കുന്നു, ഈ ശ്ലോകത്തിൽ വീണ്ടും പറഞ്ഞിരിക്കുന്നു പരമപദം. അതായത് അവിടെ പോയി കഴിഞ്ഞാൽ തിരിച്ച് ഇനി ഒരിക്കലും പോരണ്ട. ഒന്ന് നമ്മൾ പോകുന്നതാണ് അല്ലെ. ഒന്ന് പോകുന്ന ഒരു ജീവാത്മാവ് ഒരിക്കലെങ്കിലും പിന്നീട് തിരിച്ചു പോരാൻ ആഗ്രഹിക്കുവോ? ഒരു പ്രാവശ്യം എന്താണ് ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കാണുമ്പോൾ അറയ്ക്കുമെന്ന് നമ്മൾ പറഞ്ഞ പോലെ ഒരു പ്രാവശ്യം അവിടെ നിന്ന് പോകുന്നവര് പിന്നെ ഒരിക്കലും അവിടെ നിന്ന് പോരാനായിട്ട് ആഗ്രഹിക്കത്തില്ല. ഒരിക്കലും അവർ ഭഗവാനോട് അസൂയാലുക്കളാവില്ല. അതുകൊണ്ട് നമ്മൾ ഇനി തിരിച്ചെത്തുക, എത്രയും എന്നീ കലിയുഗം മുന്നോട്ട് പോകുന്നതിന് മുന്നേ തിരിച്ചെത്തുക എന്നുള്ളതാണ് നമ്മളുടെ ഓരോരുത്തരുടെ ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് സാധു സംഘവും ശാസ്ത്രവും ഇവരൊക്കെ പറയുന്ന അനുസരിച്ചിട്ട് നമ്മളത് ആധികാരികമായിട്ടുള്ള പ്രമാണമായിട്ട് എടുത്തിട്ട് നമ്മൾ എന്താണ് ഭക്തിയുത സേവനം ചെയ്യണം. അപ്പം മാതാജിക്ക് ചെയ്യാണ്ട് പിന്നെ മാതാജിക്ക് ഇപ്പം എന്താണ് ഈ ലക്ഷങ്ങളൊന്നും വെച്ചിട്ട് അമ്മാനെ ആടാനായിട്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ മാതാജിയോട് വളരെ ലളിതമായിട്ടൊരു കാര്യം ഞാൻ മാതാജിയോട് പറഞ്ഞു. മാതാജിക്ക് ഇത്രയും പ്രായമൊക്കെ ആയിട്ട് പ്രഭുജി എനിക്കതൊക്കെ ഭയങ്കര മനസ്സിലൊരു പ്രയാസം തോന്നി പ്രഭുജി. അത്രയും പറഞ്ഞ കേട്ടോ, ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഒരു മാല ഇതുവരെയും കെട്ടിക്കൊടുക്കുന്നില്ല, എനിക്ക് ഭയങ്കര പ്രയാസം തോന്നി. എന്തായാലും ഞാനത് ചെയ്യും പ്രഭുജി. തീർച്ചയായിട്ടും ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചെങ്കിലും ഞാൻ കെട്ടി ഭഗവാന് കൊടുത്തിരിക്കും. പൈസ ചെയ്യേണ്ട മാതാജി, പൈസ കൊടുക്കേണ്ട. മാതാജിക്ക് വരുമാനം ഇല്ലല്ലോ. മാതാജി സ്വന്തം അതാണ് നമ്മൾ ഈ ശ്ലോകം എടുത്തപ്പോൾ ഞാൻ മാതാജിയെ ഉദാഹരണമായിട്ട് എടുത്ത് എല്ലാവരോടും പറയാനൊരു കാര്യം എന്ന് പറഞ്ഞാൽ, മാതാജിക്ക് സ്ഥലമില്ല, സൗകര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞില്ലേ. നമ്മളുടെ ആ ഒരു ചെറിയ സൗകര്യത്തിൽ, വിഷമതയിൽ, പ്രശ്നങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അതാണ് ഭഗവാൻ കാണുന്നത്. മനസ്സിലായില്ലേ? അതായത് ഒരു പുറമ്പോക്കി താമസിക്കുന്ന ഒരാള് ഭഗവാൻ ഒരു തുളസിയില സമർപ്പിച്ചു കഴിഞ്ഞാലും മറ്റൊരു മാളികയിൽ താമസിക്കുന്ന 100 കിലോ തുളസിയില കൊടുത്തു കഴിഞ്ഞാലും ഭഗവാൻ ഏതന്നെയാണ് കൂടുതലായിട്ട് കണക്കാക്കുന്നത്? ആ ഒരു തുളസിയിലയിലാണ്ടിരിക്കും. ആ ഒറ്റ തുളസിയിലയിലാണ് ഭഗവാൻ വീഴുന്നത്. കാര്യം എന്താണ്? ഒന്നുമില്ലായ്മയിൽ പ്രതിസന്ധികൾക്കിടയിൽ ഭക്തിയുത സേവനം ചെയ്യണം. നമ്മൾ എല്ലാ സൗകര്യങ്ങളും തന്നിരിക്കുക. നമുക്ക് സപ്രപഞ്ചക്കാട്ടിൽ സ്വർണ്ണവും എല്ലാം തന്നിരിക്കുക. ഭഗവാന്റെ എല്ലാ സ്വർണ്ണ വിഗ്രഹങ്ങളും ഒക്കെ വെച്ചിരിക്കുക. ഭഗവാന് ചപ്പൻ ഭോഗം 3 നേരവും നമ്മൾ കൊടുക്കുകയാണ് അല്ലെ. അത്രയും സൗകര്യമുണ്ട്, വേലക്കാരുകളുണ്ട്. ഇതെല്ലാം കൊണ്ടുവരാൻ നമുക്ക് ഇഷ്ടംപോലെ സമ്പത്ത് സ്വത്തും ഉണ്ട്. അതിൽ ചെയ്യുന്നോ നമുക്കൊന്നും ഇല്ലാത്തപ്പോൾ നമ്മളൊരു പത്രം, പുഷ്പം, ഫലം, തോയം, ഇതാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ഭഗവത്ഗീതയിലെ 9ാമത്തെ അധ്യായത്തിൽ. നമ്മളിനി പഠിക്കാൻ വരുന്നേ ഉള്ളൂ. ഒരു പത്രമോ, ഒരു ഇലയോ, പൂവോ, കായോ, ഒരു പഴമോ, നീ ഏതെങ്കിലും എന്നെ ഭക്തിയോടുകൂടി നീ എനിക്ക് സമർപ്പിക്കുക. അത് പ്രസാദമായിട്ട് സ്വീകരിക്കുക തിരിച്ച്. മാതാജി പൈസ കൊടുത്ത് മേടിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയല. കാര്യം ഭഗവാൻ അത് ആഗ്രഹിക്കുന്നുമില്ല. പോയി വാങ്ങിക്കേണ്ട ബുദ്ധിമുട്ട് അങ്ങ് പോണം, ദൂരെ പോണം, അല്ലെങ്കിൽ കുഴപ്പമില്ല. നാളെ ചെയ്യാനും അല്ല, വളരെ സാവധാനം ചെയ്താൽ മതി. മനസ്സിൽ ഈ ഒരു ആഗ്രഹം വെക്കുക, ഞാൻ തന്നെ എനിക്ക് എന്റെ കൈ കൊണ്ട് തന്നെ ചെയ്യണം. പൈസ കൊടുത്തിട്ടല്ല ചെയ്യണം, എന്റെ കൈ കൊണ്ട് തന്നെ എനിക്ക് സേവ ചെയ്യണം.
കർമ്മം കെട്ടി ചെയ്യുകയല്ലേ. കൊടുക്കാൻ. എനിക്ക് പ്രായമായി, എനിക്ക് അധികം എന്താണ് കളയ്ക്കാനോ അതിനൊന്നും പറ്റത്തില്ല, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, എനിക്ക് യാതൊരു വരുമാനവും ഇല്ല, സഹായിക്കാൻ ആരുമില്ല. അപ്പോൾ മനസ്സുകൊണ്ട് ഭഗവാനോട് ഇത് പറയുക, എനിക്ക് തന്നെതാനെ എന്തെങ്കിലും ഭഗവാന് സേവ ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? എനിക്ക് നിനക്ക് കോടികൾ കൊണ്ട് അമ്മാനമാടാൻ ലക്ഷങ്ങളോ അങ്ങനെയൊന്നും ചെയ്യാനില്ല. അപ്പൊ സ്വല്പം അല്പസ്യ ധർമ്മസ്യ, സ്വല്പം അല്പമെങ്കിലും എനിക്ക് എങ്ങനെ കൃഷ്ണാവബോധത്തിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഞാന് ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഭഗവത്ഗീത വായിക്കുന്നുണ്ട്, ഭാഗവതം വായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിനക്ക് വേറെ എന്തെങ്കിലും തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തിയോട് അനുബന്ധിച്ച് ഒരു പ്രവൃത്തിയും കൂടെ ചെയ്യാനുണ്ട്. അതിനിവിടെ സ്ഥലം വളരെ പരിമിതി കുറവാണ്, അതുപോലെ തന്നെ നല്ല വെയിലാണ്, അതുപോലെ തന്നെ എന്റെ ആരോഗ്യാവസ്ഥ കുറവാണ്. അപ്പം ഞാൻ എങ്ങനെ എനിക്ക് നിനക്ക് വേണ്ടിയിട്ട് ഒരു 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 പുഷ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഒരു തുളസി വെക്കുക, അല്ലെങ്കിൽ ഒരു പിന്നെ എന്താ മന്ദാരം വെക്കുക, ചെത്തി വെക്കുക, അതിനെ വെള്ളം ഒഴിച്ച് പരിപാലിക്കുക, അതിൽ പൂ ഉണ്ടായി കഴിഞ്ഞ് ഭഗവാൻ അത് കെട്ടിയിടുക, എന്റെ കൈ കൊണ്ട് തന്നെ കെട്ടിയിടുക, അതിനുള്ള ആരോഗ്യം തരണം എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിലുള്ള കൃഷ്ണാവബോധത്തില് മാതാജി ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ ഇത് ഓരോന്നും ഭഗവാനായിട്ട് ചെയ്യുമ്പോൾ ഭഗവാനുമായിട്ട് അറ്റാച്ച് ചെയ്യാണ്. അപ്പൊ നമ്മളുടെ ജീവൻ പോകുന്ന സമയത്തും നമ്മൾ എന്താണ് ചെയ്യുന്നത്? എനിക്ക് ഇതാ അവിടെ ഒരു പുഷ്പം ഉണ്ടായിരുന്നു, അത് ഭഗവാനിൽ അർപ്പിക്കണമായിരുന്നല്ലോ. അപ്പൊ ഈ ഭഗവാനില് ഈ പുഷ്പങ്ങൾ അർപ്പിക്കുന്ന ആ ഒരു രീതിയും ഇതെല്ലാം എന്താണ് ഭഗവാനിലേക്കാണ് അറ്റാച്ച് ചെയ്യുന്നത് അല്ലെ. ആ സമയത്ത് നമ്മളെ ജീവൻ പോയാൽ തന്നെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഭഗവാന്റെ അടുത്തേക്കാണ് അല്ലെ. ഗോലോക വൃന്ദാവനത്തിൽ പോയി പുഷ്പങ്ങൾ ബാക്കി ഭഗവാന് കെട്ടാനായിട്ടുള്ള അവസരമാണ് നമുക്ക് തരുന്നത് അല്ലെ. ഭഗവാന് വേണ്ടിയിട്ട് വീണ്ടും മാല കെട്ടാനായിട്ട് ഈ സേവയുടെ ബാക്കി ഭാഗം നമ്മൾ എവിടെയാ ചെയ്യുന്നത്? ഗോലോക വൃന്ദാവനത്തിലാണ് ചെയ്യുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഒരു ചെറിയൊരു അപേക്ഷ പോലെ ഞാൻ പറഞ്ഞതാണ്. ഞാൻ ഈ ഒരു ശ്ലോകവുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണമായിട്ട് മാതാജിയാണ് ഇന്ന് കണ്ടത്. പ്രഭുജിയുടെ കാൽക്കൽ ഞാൻ നമസ്കരിക്കുന്നു. പ്രഭുജി എനിക്ക് അയ്യോ, ഇത്രയും അങ്ങനെയൊന്നും ചെയ്യരുത്. കാര്യം നമ്മള് ഒക്കെ ഇവിടെ ഈ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിക്കാൻ കാര്യം നമ്മൾ ഭഗവാനെ മറന്ന് നമ്മൾ പോകുന്നത് കൊണ്ടാണ് അല്ലെ. നമ്മൾ വന്ന വഴി മറക്കുന്നത് കൊണ്ടാണ്. ആ വന്ന വഴി മറക്കാതെ നമ്മള് ഇനി എന്താണ് ഭക്തിയുത സേവനം ചെയ്തിന് മുന്നോട്ട് പോവുക. നമ്മൾ ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ വരിഞ്ഞു മുറുക്കി കെട്ടി ബന്ധനസ്ഥരാക്കി വിട്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഡിവോഷണൽ സർവീസ് ചെയ്യണം. അപ്പം ഈ പ്രായം ചെന്നു നമ്മൾ ഒരുപാട് നമുക്ക് അസുഖങ്ങളും അങ്ങനത്തെ പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്, കുടുംബ പ്രാരാബ്ധങ്ങളും ഉണ്ട്, സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ നടുവിൽ എങ്ങനെ ഞാൻ ഭക്തിയുത സേവനം ചെയ്യും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ആ വിഷമതകളിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതാണ് ഭഗവാൻ കാണുന്നത്. അവിടെയാണ് ഭഗവാന്റെ കയ്യൊപ്പ് വരുന്നത്. മനസ്സിലായില്ല? അങ്ങനെയുള്ള ഒരാള് ഈ വിഷമതകളില് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ചെറിയ ഒരു ഇല, അതായിരിക്കും ഭഗവാൻ കാണുന്നത്. ഈ ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ, ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു വളരെ ചെറിയ സേവയാണ് ഭഗവാൻ അത് വലുതായിട്ടാണ് കാണുന്നത്. നമ്മള് ഒരുപാട് കഥകളിൽ കൂടെയൊക്കെ നമ്മളത് കണ്ടതാണ് അല്ലെ, പലവിധ കഥകളിൽ കൂടെ. അപ്പൊ ഇനി ഇതിന്റെ നമ്മള് ഇതിന്റെ ഭാവാർത്ഥം കൂടി വായിച്ചിട്ട് നമുക്ക് ഇനി നമ്മൾ ഇന്നാരാണ് സൗഭാഗ്യവതി മാതാജിയാണ് നമുക്ക് ഈ ഹരിനാമ കീർത്തനം എടുക്കുന്നത്. അതുകൂടെ കഴിഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യുന്ന. കഥയൊന്നും പറയുന്നില്ല, ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ കുറെ കഥയൊക്കെ പറഞ്ഞു ആൾക്കാർക്കൊക്കെ പോകാനായിട്ട് സമയമായി. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ ഭാവാർത്ഥം നോക്കാം. ശ്രീരഞ്ജിനി മാതാജി ഭാവാർത്ഥം. മാതാജി അവൈലബിൾ അല്ല എന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഹരേ കൃഷ്ണ. ആ നമോ ഭഗവതേ വാസുദേവായ. ഭാവാർത്ഥം ബൈ ശ്രീ ഭക്തൻ സ്വാമി പ്രഭു. ജയ് ശ്രീ പ്രഭു. സന്യാസികൾ രണ്ടു വിധമുണ്ട്. സാഖ്യ സിദ്ധാന്ത പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മായാവാദികളും ഭാഗവത തത്വശാസ്ത്രം പഠിക്കുന്നതിൽ മുഴുകിയിരിക്കുന്ന വൈഷ്ണവ സന്യാസികളും. വേദാന്ത സൂത്രങ്ങളുടെ ശരിയായ ഭാഷ്യമാണ് ഭാഗവത തത്വശാസ്ത്രം. മായാവാദികളും വേദാന്ത സൂത്രം പഠിക്കാറുണ്ട്, എന്നാൽ അവരുടേതായ സ്വതന്ത്ര വ്യാഖ്യാനമാണ് അതെന്ന് മാത്രം. ശാരീരിക ഭാഷ്യം എന്ന പേരിൽ ശ്രീ ശങ്കരാചാര്യർ രചിച്ചിട്ടുള്ളതാണ് അത്. പാഞ്ചരാത്രിക നിബന്ധനകൾക്കനുസരിച്ച് ഭക്തിയുടെ ഹരേ കൃഷ്ണ. പാഞ്ചരാത്രിക നിബന്ധനകൾക്കനുസരിച്ച് ഭക്തിയുടെ ഭഗവത് സേവനത്തിൽ മുഴുകിയിരിക്കുന്നവരാണ് ഭാഗവത വിഭാഗത്തിൽപ്പെട്ട വൈഷ്ണവ
ഭൗതിക പ്രവർത്തനങ്ങളുമായി അവർക്ക് ബന്ധമൊന്നുമില്ല. എങ്കിലും അവർ വിവിധ ഭക്തിയുത സേവന കർമ്മങ്ങളിൽ നിരതരാകുന്നു. എന്നാൽ സാഖ്യ വേദാന്ത പഠനങ്ങളിലും ഊഹാപോഹങ്ങളിലും മുഴുകിയിരിക്കുന്ന മായാവാദി സന്യാസികൾക്കാകട്ടെ ദിവ്യമായ ഭഗവത് സേവന ആസ്വദിക്കാൻ സാധ്യമല്ല. അവരുടെ പഠന ഗവേഷണങ്ങൾ ക്ലേശകരമായതുകൊണ്ട് ബ്രഹ്മതത്വ ഊഹാപോഹങ്ങളാൽ ക്ഷീണിക്കുകയും ശരിയായ അർത്ഥഗ്രഹണത്തോടെ അല്ലെങ്കിലും ഭാഗവതത്തെ ശരണം പ്രാപിക്കുകയും ചെയ്യുന്നു. തന്മൂലം അവരുടെ ഭാഗവത പഠനവും ക്ലേശകരമായി തീരുന്നു. ശുഷ്കങ്ങളായ ഊഹാപോഹങ്ങളും കൃത്രിമങ്ങളായ വ്യക്തിശൂന്യ വ്യാഖ്യാനങ്ങളും അവർക്ക് ഒരു ഗുണവും ചെയ്യാതെ പോകുന്നു. ഭക്തിയുത സേവനത്തിൽ മുഴുകിയ വൈഷ്ണവ സന്യാസികളാകട്ടെ തങ്ങളുടെ ദിവ്യമായ കർത്തവ്യ നിർവഹണത്തിൽ സന്തുഷ്ടരാണ്. അന്ത്യത്തിൽ ഭഗവത് സന്നിധി പോകാമെന്ന് അവർക്ക് ഉറപ്പുണ്ട്. മായാവാദി സന്യാസികൾ ചിലപ്പോൾ ആത്മസാക്ഷാത്കാരത്തിന്റെ മാർഗത്തിൽ നിന്ന് ഭ്രഷ്ടരായി ലോകോപകാരാർത്ഥമുള്ള ഭൗതിക കൃത്യങ്ങളിൽ വീണ്ടും ഏർപ്പെടാറുണ്ട്. അവ ഭൗതിക കർമ്മങ്ങളല്ലാതെ മറ്റൊന്നുമല്ല. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ബ്രഹ്മം എന്തെന്നും അതല്ലാത്തതെന്തെന്നുമുള്ള ഊഹാപോഹങ്ങൾ നടത്തുന്ന സന്യാസികളെക്കാൾ എത്രയോ ശ്രേഷ്ഠമായ നിലയിലാണ് കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ. എന്നാൽ ഇങ്ങനെ ഊഹാപോഹം നടത്തുന്നവരും കൃഷ്ണാവബോധത്തിൽ ചേരും, ഒട്ടേറെ ജന്മങ്ങൾക്ക് ശേഷം എന്ന് മാത്രം. ഓം തത്സദിതി. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. തിരുമുമ്പ് പ്രഭു പറഞ്ഞത് തന്നെ ഇതല്ലയോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം ഞാൻ മാതാജി പറഞ്ഞു, ഞാൻ ഇപ്പൊ ഇത്രയും നേരം ഞാൻ ഈ ഭാരതൊന്നും നോക്കാതെയാണ് പറഞ്ഞത്. നമ്മളാ പറഞ്ഞ ഈ ആദ്യം പറഞ്ഞല്ലോ, നമ്മൾ പേരൊന്നും ഇല്ലാതെ ഒരു ഭഗവാൻ ഉണ്ട് സാഖ്യശാസ്ത്രത്തിൽ അല്ലേ. അപ്പൊ സാഖ്യശാസ്ത്രം ഒക്കെ നമ്മൾ ഈ മായാവാദികളായിട്ടുള്ള ആൾക്കാരൊക്കെ കൂടുതൽ സാഖ്യശാസ്ത്രത്തെയാണ് ഫോളോ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആ സാഖ്യശാസ്ത്രം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഭഗവാന് പേരില്ല, രൂപമില്ല, ഒന്നുമില്ല, ആരോ ഒരാളുണ്ടല്ലേ. നമ്മൾ കൃഷ്ണാബോധത്തിലേക്ക് വരുന്ന ഭക്തിയുത സേവനത്തിൽ വരുന്നവർ അതിന് പേരിട്ടു, അത് കൃഷ്ണനാണെന്ന് പറഞ്ഞു അല്ലെ, അല്ലെ കൃഷ്ണനാണല്ലേ വിഷ്ണു ആണെന്ന് പറഞ്ഞു. അപ്പം അവർ ഈ പരമാത്മാവും ജീവാത്മാവും എന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് കാണുന്നില്ല, ഒന്നായിട്ടാണ് കാണുന്നത്. കാര്യം അവിടെ പരമാത്മാവ് ഒരാളുണ്ട്, ഈ റൂട്ട് ഉണ്ടെന്ന് പറയുന്ന ആ റൂട്ട് ഈ ആത്മാവും പരമാത്മാവും ഒന്നായതുകൊണ്ട് ഇത് ഒന്ന് തന്നെയാണ് ആ റൂട്ട്. അപ്പൊ ആ റൂട്ടിനെ ഇവിടെ നമ്മൾ പറയുന്നു, അതിനെ രണ്ടാക്കി പേരിടുന്നു. അത് ജീവാത്മാവെന്നും നമ്മൾ അതിനെ പരമാത്മാവ് കൃഷ്ണൻ എന്നും പേരിടുന്നു അല്ലെ. അവരതിനെ ഒന്നായിട്ട് കണ്ടു, നമ്മൾ അതിനെ രണ്ടായിട്ട് കണ്ടു. അവർക്കതിന് രൂപമില്ല. നമുക്ക് എന്താണ് ദ്വിഭുജ ശ്യാമസുന്ദര മുരളീധര ത്രിഭംഗ രൂപത്തിൽ നമ്മൾ സുന്ദരമായിട്ട് കണ്ടു. അതായത് ഇപ്പൊ നമ്മളുടെ മാധവി രാധാ മാതാജി ഈ പറയുന്ന ഈ മായാവാദ സിദ്ധാന്തത്തിലായിരുന്നു വിശ്വസിച്ചുകൊണ്ടിരുന്നെങ്കിൽ മാതാജിക്ക് എന്താണ് ഒരു മാല ഇടാനോ ഓമനിക്കാനോ ഒരു ഓടക്കുഴലിൽ വെക്കാനോ ഒന്നും ഒരു രൂപമില്ല ഭഗവാൻ അല്ലെ. അപ്പൊ ഈ രൂപമില്ലാത്തടത്ത് കൊണ്ട് മാതാജി എങ്ങനെ കൊണ്ട് മാല ഇടും? അന്തരീക്ഷത്തിൽ കൊണ്ട് നമ്മളൊരു മാല കെട്ടിയിട്ട് എന്താണ് രൂപമില്ലാത്ത ഒരു സ്ഥലത്ത് കൊണ്ട് ഇടാൻ പറ്റുമോ നമുക്ക്? ഇല്ല. നമുക്കപ്പോ സ്നേഹവും വാത്സല്യവും അറ്റാച്ച്മെന്റും തോന്നണമെങ്കിൽ എന്താണ് ആ ഭഗവാന്റെ ഒരു രൂപം ഉണ്ടായിരിക്കണം. കാര്യം ഭഗവാൻ ശരിക്കും അരൂപിയാണ്, രൂപമുള്ള ആളുമാണ് അല്ലെ. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സ്വരൂപമായതുകൊണ്ട് ഭഗവാൻ വിശ്വരൂപ ദർശനം നടത്തിയ ആളാണ് അല്ലെ. വിശ്വം മുഴുവൻ ഭഗവാനിൽ കാണിച്ചു. അതുപോലെ വിരാട് രൂപവും ഉണ്ട് ഭഗവാൻ അല്ലെ. എന്ന് വെച്ചിട്ട് ഭഗവാന് രൂപമുള്ള അവസ്ഥയിൽ ഭഗവാൻ ഇരിക്കുന്നു ഗോലോകത്തിലും വൈകുണ്ഠത്തിലും. വൈകുണ്ഠത്തിൽ 4 കൈകളുള്ള നാരായണ രൂപത്തിലും ഇരിക്കുന്നു, ഗോലോകത്തിൽ ദ്വിഭുജ ശ്യാമസുന്ദര രൂപത്തിലും ഇരിക്കുന്നു അല്ലെ. അപ്പം ഭഗവാനോട് സ്നേഹവും വാത്സല്യവും ഒക്കെ തോന്നണമെങ്കിൽ എന്താണ് നമുക്ക് ഇപ്പൊ നമ്മളുടെ അച്ഛനെ ഇപ്പം ഒരുപാട് പേർക്കറിയാം, അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയവരും നമ്മൾ അവരുടെ ഫോട്ടോയിൽ കൊണ്ടൊരു മാല ഇടും അല്ലെ. ഒരു ശൂന്യതയിൽ കൊണ്ടേ മാല ഇട്ടിട്ട് ഇതെന്റെ അച്ഛന് വേണ്ടിയിട്ട് ഇട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ആർക്കെങ്കിലും പറ്റുമോ? മരിച്ചുപോയ പൂർവികരുടെ ഫോട്ടോയിൽ ഒരു മാല ഇടുവാണെന്നുണ്ടെങ്കിൽ ഇതായിരുന്നു നമ്മുടെ പൂർവികൻ നമുക്ക് കാണാൻ പറ്റും. രൂപമില്ലാത്ത ആള് അപ്പൊ നമ്മളുടെ പൂർവികനായിട്ടുള്ള ഭഗവാന് തീർച്ചയായിട്ടും രൂപമുണ്ട്. നമ്മുടെ പൂർവികർക്കൊക്കെ രൂപമുള്ള സ്ഥിതിക്ക് അതിലും പൂർവജനായിട്ടുള്ള ഭഗവാൻ തീർച്ചയായിട്ടും രൂപമുണ്ട്. ആദ്യം പുരാണ പുരുഷൻ നവയൗവനം. പക്ഷെ അദ്ദേഹം ഇപ്പോഴും നവയൗവനമായിട്ടാണ് കാണുന്നത്. അതുപോലെ സാഖ്യശാസ്ത്രം ആ രൂപമില്ലാത്ത അവസ്ഥയാണ്. ഇപ്പൊ നമുക്ക് ഒരു മാല കെട്ടിയിടുക, അല്ലെങ്കിൽ ഭഗവാന് വേണ്ടിയിട്ട് ഒരു ചെടി വെച്ചു കൊടുക്കുക, അതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക, അതിൽ പൂ വരുമ്പോൾ ഇത് എന്റെ ഭഗവാന് കൊടുക്കേണ്ടതാണെന്നുള്ള രീതിയിലൊരു സന്തോഷം മനസ്സിൽ വരിക. ഒരു തുളസിയില കിട്ടുമ്പോൾ ഈ തുളസിയില താഴെ വീഴാതെ പൊഴിഞ്ഞു പോകാതെ എനിക്ക് എത്രയും പെട്ടെന്ന് ഭഗവാനെ കൊണ്ട് പാദത്തിൽ വെക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുക, ഇച്ഛ ചെയ്യുക. അപ്പൊ ഈ അറ്റാച്ച്മെന്റ്, ഈ തുളസിയോടുള്ള അറ്റാച്ച്മെന്റ്, ഭഗവാന് ഇടാനുള്ള മാലയോടുള്ള അറ്റാച്ച്മെന്റ്, ഭഗവാന്റെ ഭക്തരോട് കൂടി ഉള്ള അറ്റാച്ച്മെന്റ്, എനിക്ക് എങ്ങനെയെങ്കിലും സത്സംഗതി പോകണം,
ഒരു സത്സംഗം മാത്രം എനിക്ക് മിസ്സാക്കാനായിട്ട് പറ്റില്ല. അതുപോലെ എവിടെയെങ്കിലും ഫിസിക്കൽ സത്സംഗം നടക്കുകയാണെങ്കിൽ എനിക്കാണ് പോയി അവിടെ കുറച്ച് വൈഷ്ണവരുടെ അടുക്കൽ നിന്നൊക്കെ പോസിറ്റീവ് എനർജി എനിക്ക് കിട്ടണം. അതുപോലെ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാലും അവിടെയുള്ള എല്ലാവരോടും തന്നെ പ്രണമിച്ച് അവിടെയുള്ള എല്ലാ ഭക്തരോടും കൂടി ഞാൻ നമിച്ച് അതുപോലെ തന്നെ അവിടെ ഇരുന്ന് നാമമൊക്കെ ജപിച്ച് ഞാൻ ആ ഭഗവാന്റെ ആടയലങ്കാരങ്ങളൊക്കെ ഭംഗിയായിട്ട് ആസ്വദിച്ചിട്ട് പോരണം. ഈ ആഗ്രഹം ഉണ്ടാകുക. ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളെല്ലാം തന്നെ നമ്മളെ എന്താണ് ഈ കൃഷ്ണാഭോഗത്തിലുള്ള പ്രവർത്തനമാണ് ചെയ്യുന്നത്. എന്നാൽ നേരെ മറിച്ച് നമ്മൾ ഭൗതിക വസ്തുക്കളോടാണ് അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ അത് ബന്ധനത്തിലാക്കിയുള്ളൂ. നമ്മളുടെ ഈ ശ്ലോകങ്ങൾ 3 കഴിഞ്ഞു. ഇനി ഹരിനാമകീർത്തനാണ്. നമ്മൾ കഥയൊന്നുമില്ല, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. ഈ പറഞ്ഞ അറ്റാച്ച്മെന്റും ഡിറ്റാച്ച്മെന്റും ഒക്കെ ആരാണ് ഉണ്ടാക്കിയ ആൾക്ക് എന്താണ് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ്, ഭക്തരോട് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ്. ഒരിക്കലും നമ്മളെല്ലാവരും സ്വതന്ത്രമായിട്ട് നടക്കുന്ന പോലെ തോന്നുന്നു. കാര്യം മായയിലും കർമ്മത്താലും നമ്മൾ ബന്ധിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിലും ഈ കർമ്മവും ബന്ധവും മായയും ധർമ്മവും ഒക്കെ രചിച്ച ഭഗവാൻ എന്ത് ചെയ്തു? ഭക്തരുടെ ഭക്തിപാശത്താൽ വരിഞ്ഞ് കെട്ടി മുറുക്കിയിരുന്ന ആകപ്പാടെ അതുപോലെ ഭക്തര് അനുഭവിക്കുന്ന ദുരിതങ്ങളും ഭക്തർക്ക് ആരെങ്കിലും അടിക്കുന്നുണ്ട് ആ അടി കിട്ടുന്ന അടിയുടെ വേദനയും എല്ലാം തന്നെ ഭഗവാനായിട്ട് ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത് അല്ലെ. അതാണ് ഒരു ഭക്തനും ഒരു സാധാരണ ഭൗതികവാദിയും തമ്മിലുള്ള വ്യത്യാസം. ഇത് ഭക്തരുടെ കാര്യങ്ങളെല്ലാം തന്നെ ഭഗവാൻ നേരിട്ടത് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് വ്യത്യാസം. അപ്പൊ നമ്മള് തീർച്ചയായിട്ടും ഡിവോഷണൽ സർവീസ് കൃഷ്ണാഭോഗത്തിലുള്ള കർമ്മം ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അത് ഏത് രീതിയിൽ എങ്ങനെ ചെയ്യുന്നു ഓരോരുത്തർക്കും ഭഗവാനോടുള്ള ആ ഒരു ഇത് വ്യത്യാസമാണ്. നമ്മൾ ഓരോരുത്തർക്കും ഇപ്പം ഗീതാ മാതാജി അല്ലെ സബിതാ മാതാജി, രതിദേവി മാതാജി, നമ്മളെല്ലാവരും വ്യത്യസ്ത പേരുകളിൽ വ്യത്യസ്ത യോനികളിൽ വന്ന് പിറന്ന് വ്യത്യസ്ത ഭവനങ്ങളിലായി. കാര്യം അതെല്ലാം നമ്മളുടെ ഓരോരുത്തരുടെയും കർമ്മബന്ധത്തിന്റെ ഫലമായിട്ടാണ്. നമ്മൾ ഓരോരുത്തർക്കും ഭഗവാനോടുള്ള ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് മാധവി രാധ മാതാജി അല്ലെ, മാതാജി ഏതോ ജന്മങ്ങളിൽ ഭഗവാൻ ഒരുപാട് മാല കെട്ടിയിട്ടുകൊണ്ടായിരുന്നു. ഒരു ജോലിയായിട്ടാണെങ്കിൽ ലേലം എടുത്തിട്ടാണെങ്കിൽ മാതാജിക്ക് ഇവിടെ ഒരു ജോലി കിട്ടി കൃഷ്ണന്റെ അമ്പലത്തിൽ. അതും കൃഷ്ണന്റെ അമ്പലത്തിൽ ആ ഒരു വിഷ്ണു ക്ഷേത്രത്തിൽ ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എൻ്റെ ഒരു തോന്നൽ അനുസരിച്ചിട്ട് ഒരു പ്രാവശ്യം പോയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം അനുരാജന്റെ കൂടെയാണ് ഞാൻ പോയത്, ശരിയാണ്. അപ്പം അങ്ങനെ ആ ഒരു കഴിഞ്ഞ ജന്മവുമായിട്ട് നമുക്കുള്ള ആ ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്കിങ്ങനെ ഓരോ സേവ ചെയ്യാനായിട്ട് ഭഗവാൻ അവസരം തരുന്നത്. അപ്പൊ നമ്മൾക്ക് ഏതിലാണോ കൂടുതൽ ഇൻട്രസ്റ്റ്, ഏത് ഡിവോഷണൽ സർവീസിലാണോ, ചിലർക്ക് നാമജപത്തിൽ, ചിലർക്ക് ഭഗവത്ഗീത വായിക്കുന്നതിൽ, ചിലർക്ക് ഭാഗവതം വായിക്കുന്നതിൽ, ചിലർക്ക് ഭഗവാന്റെ കഥ കേൾക്കുന്നതിൽ, ചിലർക്ക് പുഷ്പങ്ങൾ കെട്ടി ഭഗവാൻ ഇടുന്നതിൽ, ചിലർക്ക് ഭഗവാന് ഭോഗം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ, ഏതിലാണോ നമ്മൾ ഭഗവാനുമായിട്ട് കഴിഞ്ഞ ജന്മത്തിലുള്ള ബന്ധം നമ്മൾ ആ ഒരു ഇത് കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. ഭഗവാൻ എങ്ങനെ സന്തോഷിക്കുന്നു ആ രീതിയിൽ നമ്മൾ റെസിപ്രോക്കേറ്റ് ചെയ്യണം. ഹരേ കൃഷ്ണ. ഇനി അടുത്ത് നമ്മള് 20-21 ആണ് ഇന്നത്തെ. പാഞ്ചരാത്രിക എന്ന് പറഞ്ഞതിലൊരു വാക്കുണ്ടല്ലോ, അതെന്താ? എന്താണ് മാതാജി? എഴുതിയിരുന്നു പാഞ്ചരാത്രിക ബുക്കാണ്, ബുക്ക്, ഒരു ബുക്കിന്റെ പേര്. ഇന്ന് 20-21 ആണെന്ന് തോന്നുന്നു. അപ്പം 21, അല്ലെ 20-21 അല്ലേ? പ്രഭുജി 21-22 ഞാൻ ഇട്ടിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഊരിന് വേണ്ട ചില ഭാരങ്ങൾ എടുത്തായിരുന്നോ? അടുത്തിട്ടില്ല. അത് കഴിഞ്ഞതാണ്. ഉള്ളിൽ കനത്ത അതുവരെ അല്ലേ എടുത്തത്? ഞാൻ അതുവരെ എഴുതിയിരിക്കുന്നത്. ഉള്ളിൽ കനത്ത ശരിയായിരുന്നു. ഞാനിട്ട് എന്താണ് മാറിപ്പോയത്? മാറിപ്പോയി. മാറിപ്പോയി. മാതാജി എന്നോട് ക്ഷമിക്കുക കേട്ടോ. 18 വരെ 18 വരെ മാതാജി ക്ഷമിക്കുക. ഞാൻ ഇട്ട നമ്പർ മാറിപ്പോയി. പ്രഭുജി അങ്ങനൊന്നുമില്ല, കൊള്ളാം. മാതാജി വായിച്ചോളൂ. ഊരിന് വേണ്ട. ഹരേ കൃഷ്ണ. ഊരിനു വേണ്ട ചില ഭാരങ്ങൾ വേണ്ടതിനു, നീരിനു വേണ്ട നിജതാരങ്ങൾ വേണ്ടതിനു, നാരായണാച്യുത ഹരേ എന്നതിനൊരുവർ നാമൊന്നേ വേണ്ടു, ഹരിനാരായണായ നമഃ. ഹരേ കൃഷ്ണ. ഹരിനാമ കീർത്തനം ജപിക്കുന്നതിന്, ഭഗവാന്റെ നാമം ചൊല്ലുന്നതിനും ഊരോ അത് കനത്തതായിട്ടുള്ള സാധനങ്ങളോ നീര്, അതായത് പൂജയ്ക്ക് എപ്പോഴും ജലം അർപ്പിക്കേണ്ടതായിട്ട് വരും.
അങ്ങനെയുള്ള നീരോ യാതൊന്നും വേണ്ട. അച്യുത എന്ന് വിളിക്കുന്നതിന് നമ്മുടെ നാവ് മാത്രം മതി എന്ന് കൃഷ്ണ ഹരിബോൽ. നമ്മളിപ്പം ഞാൻ മാധവി രാധ മാതാജിയെ ഉദാഹരണമാക്കി പറഞ്ഞു അല്ലെ. 5-10 ഏക്കർ സ്ഥലമോ ഇന്ന സ്ഥലം വേണമെന്നോ ഞാൻ 2 സെന്റിലാണ് താമസിക്കുന്നതെന്നോ അല്ലെങ്കിൽ എന്റെ പേരിൽ സ്ഥലമില്ലാന്നോ ഇങ്ങനെ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല. കറക്റ്റ് ആ ഒരു ശ്ലോകം തന്നെ കിട്ടി. ഊരിന് വേണ്ട ചില ഭാരങ്ങൾ വേണ്ടതിന്, നീരിന് വേണ്ട നിജധാരങ്ങൾ വേണ്ടതിന്. ഇപ്പൊ എന്താണ്? ഭഗവത് നാമം സ്മരിക്കുന്നതിനും കീർത്തിക്കുന്നതിനും ഉചിതമായ ദേശം വേണ്ട, ചമത, അഗ്നികുണ്ഡം, ധൂപദീപങ്ങൾ, നൈവേദ്യങ്ങൾ തുടങ്ങിയ സംഭാരങ്ങൾ ഒന്നും വേണ്ട. അതിനായി കുളിക്കാനും അഭിഷേകത്തിനും വെള്ളം തേടി നടക്കേണ്ട. മാധവിരാധ മാതാജി ശ്രദ്ധിക്കുന്നുണ്ടോ? യജ്ഞാദികൾ കർമ്മങ്ങൾക്കെന്ന പോലെ ധർമ്മപത്നി അരികിൽ വേണമെന്ന് നിയമമില്ല. അതുപോലെ നാരായണ, അച്യുത, ഹരേ എന്നിങ്ങനെയുള്ള ഭഗവത് നാമങ്ങൾ ജപിക്കുന്നതിന് ഒരു നാവ് മാത്രമേ ആവശ്യമുള്ളൂ. അങ്ങനെയുള്ള ആരുടെ നാമം ജപിക്കാനായിട്ട് ആണ് എനിക്ക് നാവ് തന്നിരിക്കുന്ന ആ അങ്ങനെയുള്ള നീന്തിരുവടിയായിട്ടുള്ള ഭഗവാൻ നാരായണന് നമസ്കാരം. മാധവിരാധ മാതാജി ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം കൃത്യമായിട്ടുള്ള ശ്ലോകം നമ്മൾ പറഞ്ഞതിനോടുള്ള ആപ്ലിക്കബിൾ ആയിട്ടുള്ള ശ്ലോകം കിട്ടിയത് അല്ലേ. നമ്മൾ ഒരുപാട് എന്താണ് സൗകര്യങ്ങളും അതിന്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ഇതെല്ലാം ആനുകൂലേന കൃഷ്ണാനുബോധനം എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് രൂപഗോസ്വാമിയുടെ അല്ലേ. നമ്മൾ ഇതെല്ലാം അനുകൂലമായിട്ട് വന്നിട്ട് ഇത് ചെയ്യാമെന്ന് ഒരിക്കലും ഒരാളും വിചാരിക്കണ്ടല്ലേ. എനിക്ക് വൃന്ദാവനത്തിൽ പോകണമെങ്കിൽ ഞാൻ എന്താണ്, എനിക്ക് എല്ലാ പരിതസ്ഥിതി അനുകൂലമായിട്ട് ഫ്ലൈറ്റ് എന്റെ വീടിന്റെ മുന്നിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അതിൽ കയറി പോകും എന്നുള്ള ആ ഒരു ധാരണയൊന്നും വെച്ചിരിക്കണം. നമുക്ക് എപ്പോ സാഹചര്യം കിട്ടുന്നോ ആ സമയത്ത്. പക്ഷെ ഭഗവാനോട് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം, എനിക്ക് എന്താണ് അവസാന എത്തുന്നതിന് മുൻപ് ഭഗവാന്റെ ധാമമായ ദിവ്യധാമമായ ഭഗവാൻ കളിച്ചോടി നടന്നിട്ടുള്ള ദിവ്യധാമത്തിൽ പോകാനായിട്ട് എനിക്ക് ഭഗവാന്റെ ഇച്ഛയുള്ള സമയത്ത് ഭഗവാൻ എന്നെ അങ്ങോട്ട് വിളിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ഓരോ ദിവസം പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ചാൽ മനസ്സിൽ ഇച്ഛ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിനൊരു അവസരം വന്നു ചേരും അല്ലെ. അപ്പൊ അതിന് നമ്മൾ ഒരുപാട് സൗകര്യങ്ങൾ അന്വേഷിച്ചിട്ട് പോകേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഞാൻ ഇത്ര വയസ്സായി 75 വയസ്സായി കഴിഞ്ഞാലേ ഞാൻ വൃന്ദാവനമൊക്കെ പോകുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്ന ഡിമാൻഡോ ഒന്നും വെക്കേണ്ട കാര്യമില്ല. ഊരിന് വേണ്ട ചില ഭാരങ്ങൾ വേണ്ടതിന്, നീരിന് വേണ്ട നിജതാരങ്ങൾ വേണ്ടതിന്. അതായത് അഗ്നികുണ്ഡങ്ങൾ, ധൂപദീപങ്ങൾ, ഇങ്ങനത്തെ ഉള്ള വലിയ, അതായത് ധർമ്മപത്നി അടുത്തുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു കർമ്മം ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ വേദങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ പരിസ്ഥിതികളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എന്താണ്? ഒരേ ഒരു കാര്യം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അല്ലേ. ആ കാര്യം എന്താണ്? നാരായണ, അച്യുത, ഹരേ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഈ നാവ് മാത്രം മതി. നാവൊന്നു വേണ്ടു, ഹരിനാരായണായ നമ. ആ നാവ് തന്നെ അനുഗ്രഹിച്ച പരമ ആനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാൻ ഹരിയെ ഞാൻ പ്രണമിക്കുന്നു അല്ലെങ്കിൽ നമസ്കരിക്കുന്നു. ഇനി അതിന്റെ കൂടുതലായിട്ട് ഇതിലേക്ക് നമ്മൾ പോകുന്നില്ല. അടുത്ത ശ്ലോകം കൂടെ കേട്ട് വരുമ്പോൾ നമുക്ക് വീണ്ടും മനസ്സിലാകും. ഇവിടുത്തെ മാതാജി വായിച്ചോളൂ. മൃദുവായ പെണ്ണിനുമിരപ്പന്നു ദാഹകനും പതിതന്നുമഗ്നിയജനം ചെയ്ത പൂസുരനും ഹരിനാമ കീർത്തനമിതൊരു നാളുമാർക്കുമുതൽ അരുതാത്തതല്ല ഹരിനാരായണായ നമ. മൃദുവായ പെണ്ണിന് അതായത് ഋതുവായ സ്ത്രീകൾക്ക് പൊതുവെ ഭഗവാനെ അമ്പലങ്ങളിൽ പോകുന്നതും അതുപോലുള്ള കാര്യങ്ങളും നിഷിദ്ധമായിട്ടാണ് വെച്ചിരിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ അത് ഒരു അശുദ്ധി ആണ് അതിൽ ഉദ്ദേശിക്കുന്നത്. അശുദ്ധി എന്ന് പറയുമ്പോൾ എന്നാൽ ഈ നാരായണ നാമം ജപിക്കുന്നതിന് ആ ഋതുവായ പെണ്ണിന് പോലും ഭഗവാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. പിന്നെ അന്നന്ന് യാചിച്ച് ഭക്ഷണം കഴിക്കുന്ന യാചകനും അതെ യാചകനും പിന്നെ ഭർത്താവ് മരിച്ചു പോയി, അതായത് നമ്മുടെ കുറൂരമ്മയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം. ഭർത്താവ് മരിച്ചു പോയ വിധവകൾ, പണ്ടൊക്കെ അങ്ങനെയുള്ളവർക്ക് അമ്പലത്തിലൊക്കെ നിഷിദ്ധമായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നെ യജനം ചെയ്യുന്ന പൂസുരൻ, ഇങ്ങനെയുള്ള ആർക്കും ഹരിനാമ കീർത്തനം ജപിക്കുന്നതിനായിട്ട് തടസ്സം ഇല്ല എന്നതാണ്. എന്റെ കയ്യിൽ അർത്ഥമുള്ള ബുക്കൊന്നും ഇല്ല പ്രഭുജി, ഞാൻ ഇത് നോക്കി എന്റെ ഈ നാമം ഞാൻ നാമം ജപിക്കുകയേ ഉള്ളൂ. ഇത് അർത്ഥമുള്ളതല്ല, വ്യാഖ്യാനം ഇല്ല. കുഴപ്പമില്ല.
അപ്പൊ ഇവിടെ അതിന്റെ അർത്ഥം എന്താണ്? ഋതുവായ പെണ്ണിനും എന്ന് പറഞ്ഞാൽ മാസമുറ ആചരിച്ച് പുറത്തു മാറിയിരിക്കുന്ന സ്ത്രീക്കും, അതുപോലെ തന്നെ ഇരപ്പൻ എന്ന് പറഞ്ഞാൽ തെണ്ടി നടക്കുന്ന യാചകര്, പിന്നെ അടുത്തത് ദാഹകൻ എന്ന് പറഞ്ഞാൽ ചുടുകാട്ടിൽ ശവം ദഹിപ്പിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവന്. അതായത് നമുക്കറിയാം ഈ ശ്മശാനത്തില് ഈ ഓരോ ചില വിഭാഗങ്ങള്, ചില ജാതി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഈ ഒരു കർമ്മമൊക്കെ ചെയ്യുന്നത്. ശ്മശാനത്തിൽ കൊണ്ട് ദഹിപ്പിക്കുമ്പോൾ ഈ ശവങ്ങളൊക്കെ ഇട്ട് ദഹിപ്പിക്കുന്ന സ്ഥലത്ത് നിൽക്കുന്ന ആൾക്കാര്. അപ്പം അങ്ങനെ ഉള്ള ആൾക്കാർക്കും, പിന്നെ അടുത്ത എന്താണ്, അഗ്നിയജനം ചെയ്ത പൂസുരനും. അഗ്നിയജനം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? സദാചാര ഭ്രഷ്ട് മൂലം പതിച്ചു പോയത്. നമുക്കറിയാം സദാചാര പോലീസ് എന്നൊക്കെ പറഞ്ഞ പോലെ ചിലരെ ഭ്രഷ്ട് ചെയ്ത് പുറത്താക്കപ്പെടും അല്ലെ? പണ്ടൊക്കെ ഏതെങ്കിലും ഒരു ബ്രാഹ്മണ സ്ത്രീ മറ്റൊരു താഴ്ന്ന ജാതിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവരെ ഭ്രഷ്ട് കൽപ്പിക്കും എല്ലാത്തിനും. ക്ഷേത്രാചാരങ്ങളിൽ നിന്നും പൂജകളിൽ നിന്നും യാഗങ്ങളുടെ അടുത്തൊന്നും അവർക്കൊന്നും നിൽക്കാൻ പറ്റത്തില്ല അല്ലെ? അങ്ങനെ ഭ്രഷ്ട് കൽപ്പിച്ചു പോയ ആൾക്കും യാഗാദി കർമ്മങ്ങൾ ചെയ്ത് ആഢ്യനായിരിക്കുന്ന ബ്രാഹ്മണനും, അപ്പം ബ്രാഹ്മണർക്കും മാത്രമല്ല ബാക്കി ഈ പറഞ്ഞ അവസ്ഥയിലുള്ള എല്ലാവർക്കും എന്താണ്? ഭഗവത് നാമ സങ്കീർത്തനം നിഷേധിക്കപ്പെട്ടിട്ടില്ല. ഭഗവാൻ ശ്രീഹരിയുടെ നിന്തിരുവടിയുടെ ആ നാമസങ്കീർത്തനങ്ങള് എന്താണ്? ഒരുത്തർക്കും ഒരു കാലത്ത്, ഒരു സാഹചര്യത്തിലോ, ഒരു കാലഭേദത്തിലോ, ഒരു വർണ്ണത്തിന്റെ അടിസ്ഥാനത്തിലോ, ജാതിയുടെ അടിസ്ഥാനത്തിലോ, അതുപോലെ തന്നെ നമ്മളുടെ ശാരീരിക അവസ്ഥയുടെ അടിസ്ഥാനത്തിലോ നിഷേധിക്കപ്പെട്ടിട്ടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുവാണ് അല്ലെ? ഋതുവായ പെണ്ണിനും ഇരപ്പവനും ദാഹകനും പതിതനും അഗ്നിയജനം ചെയ്ത ഭൂസുരനും ഹരിനാമ കീർത്തന ഇത് ഒരു നാളും ആർക്കും ഉടൻ അരുതാത്തതല്ല. ഇതാർക്കും അരുതാത്തതല്ല. ഹരിനാരായണായ നമ. ഈ ഹരിനാമ കീർത്തനം ഒരുത്തർക്കും ഒരു നാളും നിഷേധിച്ചിട്ടില്ല. ഇത്ര കൃത്യമായിട്ടാണ് പറയുന്നത് അല്ലെ? നമുക്ക് അറിയാം ചിലരൊക്കെ ഭഗവത്ഗീത ഭാഗവതം ഒക്കെ നമ്മൾ ആ പുസ്തകം കൈകൊണ്ട് തുടരരുത് ഈ 4 ദിവസം സ്ത്രീകൾക്ക് അല്ലെ? സ്ത്രീകൾ പിന്നെ ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല. വീട്ടിൽ പൂജാമുറി പോലത്തെ ഇതുണ്ടെങ്കിൽ അതിന്റെ മുൻപിൽ നേരെ പോയി നിൽക്കുകയും ചെയ്യരുതെന്ന് മാത്രമേ ഉള്ളൂ. മാറിയിരുന്ന് കുളി കഴിഞ്ഞിട്ട് ഈ ഒരു അവസ്ഥയിലും നാമം ജപിക്കുന്നതിന്, ഭഗവാന്റെ നാമം ജപിക്കുന്നതിന് യാതൊരു വിലക്കുകളും ഇല്ല. നമ്മൾ ഇനി ഭഗവത്ഗീതയോ ശ്രീമദ് ഭാഗവതോ അത് തൊട്ടിട്ട് വായിക്കേണ്ട. ആ ബുക്കിന് ഒരു പവിത്രതയുള്ളതാണ്. പക്ഷെ അത് ശ്ലോകങ്ങൾ കാണാതെ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക്, അല്ലെങ്കിൽ മൊബൈലിലൊക്കെ ശ്ലോകങ്ങൾ ഉണ്ടെങ്കിൽ അത് നോക്കി വേണേൽ വായിക്കാം. ആ ഒരു ബുക്ക് ഒരു പവിത്രത ഉള്ളതായതുകൊണ്ട് ആ ബുക്ക് തൊടാനായിട്ട് നിഷിദ്ധങ്ങളാണ്. 4 ദിവസം പാടില്ല. അല്ലാത്ത ദിവസങ്ങളിൽ അത് ഭഗവാൻ ഹരിയുടെ ഏത് കീർത്തനങ്ങള് നമുക്ക് കാണാതെ അറിയാവുന്നത്, ഭഗവത്ഗീത ശ്ലോകങ്ങളോ ഭാഗവതമോ, അതുപോലെ തന്നെ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് ഏത് നാമസങ്കീർത്തനങ്ങളോ ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപോ ജപിക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള ഭ്രഷ്ടുമില്ല എന്നുള്ളത് വളരെ 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 വ്യക്തമാക്കി തന്നിരിക്കുകയാണ് ഈ ശ്ലോകത്തിൽ കൂടെ നമുക്ക്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇനി ഓരോ എക്സ്ക്യൂസുകൾ പറയുന്ന അവർക്കുള്ളൊരു മറുപടിയാണ് അല്ലെ? ഓരോ കാരണങ്ങൾക്കും പറയുന്ന ഓരോരുത്തരും ഞാൻ ഈ ഒരു ജോലി ചെയ്യുന്ന ആളാണ്, അതുകൊണ്ട് ഞാൻ ഈ ഇതുണ്ടല്ലോ, ഈ അടിയന്തരമൊക്കെ നടത്താൻ പോകുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ ദഹനത്തിന്റെ സമയത്തൊക്കെ പൂജ ചെയ്യുന്ന അവരെയൊക്കെ പലതും ഭ്രഷ്ട് കൽപ്പിച്ചിരിക്കുകയാണ് അല്ലെ? അവരങ്ങനെയുള്ള തൊഴിൽ ഏറ്റെടുത്തിരിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ തന്നെ ചിലർ ഇങ്ങനെയുള്ളവരെ കയറ്റത്തില്ല. പക്ഷെ അവർക്ക് ആർക്കും തന്നെ എന്താണ് ഈ ഹരിയുടെ നാമം ജപിക്കുന്നതിന് യാതൊരു പ്രശ്നമില്ല എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹരേ കൃഷ്ണ. ശരീരശുദ്ധിയെക്കാളും ചിത്തശുദ്ധിയല്ലേ ഭഗവാൻ ഏറ്റവും ശ്രേഷ്ഠമായി കരുതുന്നത്? മനസ്സിന്റെ ശുദ്ധിയാണ്. അതെ, മനസ്സിന്റെ ശുദ്ധി തന്നെയാണ് ഏറ്റവും ശുദ്ധി. പക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരെ ഒരിക്കലും ക്ഷേത്രം അതുപോലെയുള്ള സ്ഥലങ്ങളിൽ പോകരുതെന്നേ ഉള്ളൂ. നമ്മുടെ വീട്ടിലിരുന്ന് നമ്മൾ ജപിക്കുന്നതിന് എന്താണ് കുഴപ്പം? ഒരു കുഴപ്പമില്ല, ആരും നമ്മളെ തടയില്ല. നമ്മൾ പിന്നെ വീട്ടിൽ ഇങ്ങനെ ആൾട്ടർ പോലെ ഇൻസ്റ്റാൾ ചെയ്ത ഡയറ്റീസ് ഉള്ളവരൊക്കെ ഉണ്ട്, അതായത് വിഗ്രഹം പ്രതിഷ്ഠിച്ച മാതിരി ഉള്ളത്. അങ്ങനെയുള്ള ഡയറ്റീസിന്റെ മുൻപിൽ നമ്മൾ ഈ 4 ദിവസം സ്ത്രീകള് പോയി നിൽക്കാതിരിക്കുക. നമ്മൾ അതിന്റെ കുറച്ച് മാറിയിരുന്ന് നമ്മൾ നിലത്തിരുന്നോ അല്ലെങ്കിൽ കസാരയിൽ ഇരുന്നോ നമ്മൾ ഭഗവാന്റെ ഹരിനാമ കീർത്തനം പോലെയുള്ള പല കീർത്തന പുസ്തകങ്ങളും ഉണ്ടല്ലോ, ഭഗവാന്റെ നാമം അങ്ങ് ജപിക്കുക, അല്ലെ ഹരേ കൃഷ്ണ മഹാമന്ത്രം അങ്ങ് ജപിക്കുക. അതിന് യാതൊരു വിലക്കുകളും ഇല്ല. ആൾട്ടറിൽ പോയി തുറന്ന് ആരതി ചെയ്യുവോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിഷിദ്ധമാണ്. ഭഗവാന്റെ നാമം ജപിക്കുന്നതിന് യാതൊരു വിലക്കുകളും. ക്ഷേത്രത്തിൽ പോകുന്നതിന് വിലക്കുകളുണ്ട്. കാര്യം ക്ഷേത്രം പ്രതിഷ്ഠിച്ചിരിക്കുന്നതിന് ഒരു താന്ത്രിക വിധിയിൽ പ്രകാരമാണ്. അപ്പൊ അതിൽ ഇത് അലൗഡ് അല്ല. അതുകൊണ്ട്
അവിടെ പോകണ്ട. നമുക്ക് ഭഗവാന്റെ ക്ഷേത്രത്തിൽ മാത്രം പോയാലേ കാണാൻ പറ്റുള്ളൂ എന്നില്ലല്ലോ. വീട്ടിൽ നിന്ന് ഭഗവാന്റെ നാമവും ഭഗവാനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് യാതൊരു ഇതിന്റെയും ആവശ്യമില്ല. അതിന് നമ്മളൊരു എക്സ്ക്യൂസ് പറയേണ്ട ആവശ്യമില്ല. ഇവിടെ വെരി ക്ലിയർ ആയിട്ട് നമ്മൾ പറയുന്നു. ഇനി അടുത്ത ശ്ലോകങ്ങള് എന്താണ്? 21 തൊട്ടാണ് അല്ലെ? ഞാൻ ഇനി നമ്പർ തെറ്റാ മതിയായിരുന്നു. ഞാൻ എങ്ങനെ മാറിപ്പോയെന്ന് എനിക്ക് അറിയത്തില്ല. ഇനി അടുത്ത 21, 22 അടുത്തത്. റൂപോഷൻ എന്നുള്ളതും സ്മാതി ചേർത്തൊരു അല്ലെ? അത് പറയാൻ തന്നെ ഉച്ചരിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. സ്നുമാതി തന്നെ സ്മാതി ചേർത്തോരു. സംസ്കൃതത്തിലുള്ള ഒരു അക്ഷരമാണ്. മലയാളത്തിൽ നമ്മൾ ആ ഒരു അക്ഷരം ഇറു ഇല്ലു എന്നൊക്കെ പറയുന്ന ആ ഒരു ഇല്ലു എന്ന് പറയുന്ന അക്ഷരം. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സിറ്റ് ആകാം. തിരക്കുള്ളവർക്ക് എക്സിറ്റ് ആകാം, അല്ലാത്തവർക്ക് ഓരോ പോയിന്റ് പറയാം. തിരക്കുള്ളവർക്ക് പോകാം കേട്ടോ, കുഴപ്പമില്ല. ക്ലാസ് കഴിഞ്ഞു. സമയമുള്ളവരും മാത്രം ഇരിക്കുക. എന്തെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ ലീവ് ചെയ്തോളൂ. ഹരേഷ്ണ പ്രഭു, ഞാൻ ഇറങ്ങട്ടെ? അത് ശരി മാതാജി. പ്രഭുജി ഞാനും ലീവാണ്. ശരി എന്നാ മാതാജി, നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. വാഞ്ചാകൽപതരുപശ്ച കൃപാസിന്ധുഭ്യശ്ച പതിതനം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവന്തി കീ ജയ്.